നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത കൂട്ടായ്മ ഈ സമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ ദാസൻ രതീഷ് അവർ, ഒപ്പം ഈ സന്ധ്യയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയ്ക്കായി ആവലോടെ ഓടി വന്നിരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും, എല്ലാ കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇങ്ങനെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിൻ്റെ വചനവുമായി ഒന്നിച്ച് ആയിരിക്കാനും വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവത്തിൻ്റെ ആലോചനകൾ പങ്കുവെക്കുവാനും ഒക്കെ ദൈവം തന്ന സ്വാതന്ത്ര്യകരമായ സമയത്തിനായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനമായിരിക്കാം. സമയം ഒട്ടും തന്നെ കളയാതെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവവചന ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ വചനം പങ്കുവെക്കുവാൻ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. അങ്ങിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങയുടെ ശബ്ദത്തിനായി, അങ്ങയുടെ ആലോചനകൾക്കായി, അങ്ങ് ഏതുദ്ദേശത്തിൽ ഈ വചനം എഴുതിയോ അതേ അർത്ഥത്തിലും ആഴത്തിലും ഞങ്ങളോട് അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് പതിയുവാനിടയാണ്. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് കൃപയിൽ ആശ്രയിക്കുന്നു. ശുശ്രൂഷിക്കുവാൻ, പഠിക്കുവാൻ, നിന്റെ ജനത്തെ ദൈവാലോചനകളിലേക്ക് നടത്തുവാൻ കർത്താവ് കൃപ തരണം. ഒന്നുമില്ല എന്ന് സമ്മതിക്കും. തിരുനാമം ഉയർന്നും മഹത്വപ്പെട്ടുമിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനമായിരിക്കാം. ഇന്ന് നാം ദൈവാലോചനകൾ പങ്കുവെക്കാനും ദൈവവചനം പഠിക്കാനുമായി എടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യമാണ്. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിച്ചും പ്രസംഗം കേട്ടും പഠിച്ചുമൊക്കെ പരിചയമുള്ള ഭാഗം. എന്നാൽ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു വാക്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിട്ടാണ് ഈ സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഈ ഭാഗം സംസാരിക്കും. സ്തോത്രം. ഇവിടെ ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയാൻ കാരണം, എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ കൊടുത്താൽ മാത്രമേ ആ വ്യക്തിയോട് കൽപ്പിക്കാനും കരുതാനും പിടിച്ചുകൊള്ളാനും പറയാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു വസ്തു നിങ്ങളിലേക്ക് കൈമാറാതെ ഒരിക്കലും എനിക്ക് നിങ്ങളോട് അത് ഞാൻ വരും വരെ കാത്തു സൂക്ഷിച്ചോണം അല്ലെങ്കിൽ മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ ആധികാരികമായി എന്തെങ്കിലും
നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മാത്രമേ, നിങ്ങൾക്ക് തന്നാൽ മാത്രമേ എനിക്ക് അത് നിങ്ങളോട് കൽപ്പനയായി ഞാൻ വരുന്നിടം വരെ ഇത് സൂക്ഷിച്ചു കൊള്ളണം, പിടിച്ചു കൊള്ളണം എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാം. ഇതുപോലെ ഒരു വാക്യമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഞാൻ ഒന്നും കൂടെ വായിക്കുകയാണ്. എങ്കിലും നിങ്ങൾക്കുള്ളത്, കൊടുത്തയാള് അത് എന്റേതാണെന്ന് പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ തന്ന എനിക്ക് നിങ്ങളോടൊരു അധികാരമുണ്ട്. ഞാൻ തിരികെ വരുന്നിടം വരെ നിങ്ങൾക്കുള്ളതായി ഞാൻ തന്നത് മുറുകെ പിടിക്കണമെന്നാണ് ആ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയും. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് തുടക്കത്തിലെ പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി, നമ്മുടെ ശാപങ്ങൾക്ക് പരിഹാരമായി, എന്നേക്കുമായി അവയ്ക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് തൻ്റെ സ്വന്തം ജീവനെ ആദ്യമായി അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നു. യേശു പറഞ്ഞു, ഞാൻ ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനും വന്നിരിക്കുന്നു. അത് ആദ്യമായിട്ടുള്ള ജീവൻ യേശു കാൽവറിയിൽ തന്നു. കാൽവറിയിലെ ജീവനെ ഏറ്റെടുത്ത് അതിനെ സംരക്ഷിക്കുന്നവർക്കാണ് നിത്യജീവൻ എന്ന സമൃദ്ധിയായ, മരണമില്ലാത്ത, അന്തമില്ലാത്ത, അവൻ തിരികെ വരാത്ത നിത്യമായ ആനന്ദത്തിലേക്കും നിത്യമായ സന്തോഷത്തിലേക്കും നിത്യമായ ഒരിക്കലും പിടിച്ച് പൈശാചികൻ അപഹരിക്കാൻ കഴിയാത്ത ആ നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ജീവൻ തന്ന് ആ ജീവനിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരാണ് ആ കൽപ്പന സ്വീകരിക്കേണ്ടത്. കർത്താവ് നമുക്ക് വേണ്ടി ആ ജീവനെ തന്നോ എന്നൊക്കെ ഉള്ളത് പ്രധാന സംഗതിയാണ്. എങ്കിലും ചില കാര്യങ്ങൾ ആത്യന്തികമായി തിരുവഴുത്തിൽ കൂടെ തെളിയിച്ചു പോകേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയോടായിരിക്കാം. തുയഥൈരയിലെ സഭയ്ക്കാണ് ഈ സന്ദേശം കൈമാറുന്നത്. തുയഥൈരയിലെ സഭയ്ക്ക് ഇതിലെ സഭയ്ക്ക് ആദ്യം തന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് തുറക്കാം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിക്കണം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 20 മുതൽ വായിച്ചാലും കുഴപ്പമില്ല. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം നമുക്ക് ആദ്യം തന്നത്, മുറുകെ പിടിക്കാൻ ആദ്യം തന്നത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവറിയിൽ തകർത്തുകൊണ്ട് അവനെ നമ്മുടെ തലയാക്കി സഭയാകുന്ന ശരീരത്തിനെ കൊടുത്തിരിക്കുക. ക്ലിയറായി കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. ഓക്കെ. അവിടെ വ്യക്തമായി കാണുന്നു, സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അവസാനം വരെ മുറുകെ പിടിക്കേണ്ടത് തലയാകുന്ന ക്രിസ്തുവിനെയാണ്. അത് തെളിയിക്കാൻ ഒരു വാക്യവും കൂടെ വായിക്കുന്നു. ബൈബിൾ ക്ലാസ്സും കൂടെ ആയതുകൊണ്ട് അതേ രീതിയിലും കൂടെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ ഒന്ന് താഴോട്ട് നമുക്ക് വായിക്കാം. കൊലോസ്യർ 2:16 മുതൽ. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും
തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ തെറ്റിക്കരുത്. കണ്ടോ, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ വരും വരെ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞത് നാം മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ തലയാകുന്ന ക്രിസ്തുവിനെയാണ്. സ്തോത്രം. സഭയുടെ ഭാഗമായ നമുക്ക് തന്നിരിക്കുന്ന തലയെയാണ് നാം അവസാനം വരെ മുറുകെ പിടിച്ചിരിക്കേണ്ടത്. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആദ്യം സംസാരിക്കുന്ന ദൂതൻ ഈ കാലഘട്ടത്തിലെ ആത്മീയ തലമുറയെ വിവേചിച്ചുകൊണ്ട് പറയുകയാണ്, ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന പലതും ക്രിസ്തുവിന്റെ നാമത്തിൽ പലർക്കും വേണം. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം വേണം, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം വേണം, യേശുവിന്റെ നാമത്തിൽ വീട് വേണം, യേശുവിന്റെ നാമത്തിൽ ഭൂമിയിൽ കാണുന്നതെല്ലാം പ്രാർത്ഥിച്ചു വാങ്ങാൻ ത്വരിതമായി ഓടുന്ന ഈ തലമുറയിൽ ആർക്ക് യേശുവിന് എന്ന തലയെ മുറുകെ പിടിച്ച് അവൻ വരുന്നണം വരെ ആ തലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഈ തലമുറയിൽ ഉണ്ടെന്ന് ഒന്ന് സ്വയപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഈ ആത്മീയ കൂട്ടായ്മയിൽ വചന പഠനത്തിൽ പരിശുദ്ധാത്മാവ് പ്രാരംഭ നിമിഷം തന്നെ പറയുകയാണ്, ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സമയങ്ങൾ, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ എന്തിൻ്റെയെങ്കിലും ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനപ്പുറത്തെ തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് എന്തൊക്കെ നമ്മളിൽ നിലനിർത്തണമോ, നാം പ്രാപിക്കണമോ, നാം എന്തൊക്കെ സ്വർഗീയമായത് പ്രാപിക്കണമോ, അതിനൊറ്റ വഴിയുള്ളൂ. അവസാനം വരെ തലയാകുന്ന ക്രിസ്തുവിനെ പിടിച്ചുകൊള്ളണം എന്ന് കൊലോസ്യ ലേഖനം വളരെ വ്യക്തമായി ഇവിടെ ആലോചന പറയുകയാണ്. തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചാൽ, തലയെ മുറുകെ പിടിക്കുന്നവർക്ക് സ്വർഗീയമായ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ലഭിക്കുവാനിടയായി തീരും ഭൂമി. അതെന്താണെന്ന് നമുക്ക് വ്യക്തമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ വ്യവസ്ഥകളും കൂടെ കൊലോസ്യ ലേഖനം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുക്കെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും നിങ്ങളുടെ വിരുതെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു, അല്ലെങ്കിൽ തെറ്റിക്കാതിരിക്കുവാൻ തെറ്റിക്കരുത്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ന്യായപ്രമാണത്തിലെ ആചാരങ്ങളാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞിരിക്കുന്നെങ്കിലും കൊലോസ്യ ലേഖനം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലുള്ള ഇത് മാത്രമല്ല. പാവും അങ്ങനെ മറ്റ് പെരുന്നാളുകളൊക്കെ ആ കാലത്തെ യഹൂദന്റെ ഉത്സവവും ആചാരമാണ്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കരുതെന്ന് അവരോട് പറയുമ്പോൾ നമുക്ക് ഭൂമി എമ്പാടുമുള്ള ക്രിസ്തു ശരീരത്തിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തോടുള്ള ആജ്ഞയും കൂടെയാണെന്നുള്ളത് മറന്നു പോകരുത്. വെറും കയ്യടി കൊണ്ടോ പാട്ടുകൊണ്ടോ പ്രസംഗം കൊണ്ടോ ശരീരചലനം കൊണ്ടോ ഒരിക്കലും നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. കർത്താവ് വരുന്നിടം വരെ നാം മുറുകെ പിടിക്കേണ്ട ചില മാറ്റമില്ലാത്ത നിത്യ സത്യങ്ങൾ ഉണ്ട്. അത് കർത്താവ് എന്ന തലയിൽ നിന്ന് മാത്രമേ ശരീരത്തിന് ലഭ്യമാകൂ എന്നുള്ളത് തിരിച്ചറിയാം. അടുത്തത് ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് ഞാൻ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള ഭാഗം. തലയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കുമ്പോൾ ക്രിസ്തുവിൽ കൂടെ നമുക്ക് കിട്ടിയ ഒന്നാമത്തെ കാര്യം എബ്രായ ലേഖനം 2:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും
ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ആമേൻ. ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് കിട്ടിയ പ്രധാനപ്പെട്ട സംഗതി, അത് എബ്രായ ലേഖനക്കാരൻ പറയും, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് ആദ്യം കിട്ടുന്നത്, തലയെ മുറുകെ പിടിക്കാൻ അവസരം തന്നെ ഒരുങ്ങുന്നത് മാനസാന്തരത്തിൽ കൂടിയുള്ള രക്ഷയാണ്. മാനസാന്തരത്തിൽ കൂടിയുള്ള രക്ഷ നാം സ്വീകരിക്കുന്ന നിമിഷം ക്രൂശിലെ രക്തത്താൽ, തൻ്റെ പുത്രന്റെ രക്തത്താൽ നമ്മെ നീതീകരിക്കുമ്പോഴാണ് രക്ഷ എന്ന പദ്ധതിയെ നാം നമ്മളിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ ക്രിസ്തു എന്ന തലയിലേക്ക് മുറുകെ പിടിക്കാൻ ആദ്യം നമുക്ക് വഴി പ്രധാനമായി ഒരുക്കുന്നത് രക്ഷയിൽ കൂടെയാണ്. അങ്ങനെ തലയെ മുറുകെ പിടിക്കുവാൻ പ്രാധാന്യമാകുന്ന രക്ഷ അതിൽ കൂടെ നാം ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിക്കുന്നുള്ളത് പ്രധാനമാണെങ്കിലും, അങ്ങനെ മുറുകെ പിടിച്ച സഭയ്ക്ക് ആ തലയിൽ നിന്ന് ലഭിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്തത് നാം വായിച്ച വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രധാനമായും ഇതിനെ പഠിക്കേണ്ടതുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങളും കൂടെ വായിക്കണം. 19-ാം വാക്യം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. വെളിപ്പാട് 2-18-19 വാക്യം വായിക്കാം. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. സ്തോത്രം. ഈ 19-ാം വാക്യം പഠിക്കുമ്പോൾ നാം വായിച്ചിരിക്കുന്ന അടിസ്ഥാന വാക്യം 2-ാം അധ്യായത്തിന്റെ 25-ലാണ്. ആ 25 തുയഥൈര സഭയോട് തുടങ്ങുന്നത്, ആലോചന പറഞ്ഞു തുടങ്ങുന്ന 18-ാം വാക്യം മുതൽ. 18-ാം വാക്യത്തിൽ കർത്താവിനെ തന്നെ ആധികാരികമായി വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് 19-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തതിലും ഏറെ എന്നറിയും. അപ്പോൾ തലയെ മുറുകെ പിടിക്കുമ്പോൾ, രക്ഷയിൽ കൂടെ ക്രിസ്തു എന്ന തലയെ പിടിച്ചുകൊള്ളുമ്പോൾ, ആ ക്രിസ്തു എന്ന തലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1, നമ്മുടെ പ്രവൃത്തി; 2, നമ്മുടെ സ്നേഹം; 3, നമ്മുടെ വിശ്വാസം; 4, നമ്മുടെ ശുശ്രൂഷ; 5, നമ്മുടെ സഹിഷ്ണുത. ആമേൻ. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നറിയുന്നു. അപ്പൊ അവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. ആദ്യമുള്ള പ്രവൃത്തി അവസാനത്തോളം അത് വർദ്ധിച്ചു വരണമെന്നുള്ള രീതിയിൽ ആ പ്രവൃത്തി എന്നുള്ളത് ഞാൻ ഒന്നാക്കി പറയുകയാണ്. ഒന്നാണത്. അതിൻ്റെ അവസാന ഘട്ടത്തിലും സഭ ഇവിടുന്ന് പോകുന്നിടം വരെയും, കർത്താവ് വരുന്നിടം വരെയും, നമ്മുടെ മരണം വരെയും നാം നമ്മിൽ ആരംഭിച്ച പ്രവൃത്തി വർദ്ധിച്ചു വരണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. ആമേ. 1, നമുക്ക് മുറുകെ പിടിക്കേണ്ടത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ 2-ൽ തന്നെ പറയുന്നത്, 19-ൽ പറയുന്നത് ഒന്നാമത്തതാണ്, നിന്റെ പ്രവൃത്തി. സ്തോത്രം. ഇന്ന് നമുക്ക് പലർക്കും പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ഉണ്ടെങ്കിലും വിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ, ദൈവപ്രമാണത്തിന്റെ, ക്രിസ്തുവിന്റെ പ്രവൃത്തി പലപ്പോഴും നമ്മൾ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയിലാണ് ജീവിക്കുന്നത്. പ്രസംഗിക്കാൻ എളുപ്പമാണ്, പാടാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഇത്തരം പ്രാർത്ഥനകളും കൂട്ടായ്മകളും പ്രസംഗവും ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ നാം ആയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് പുനർപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. കർത്താവ് വരുന്നത് യോഗത്തിന്റെ സമയത്ത് ഭവ്യത കാണിക്കുന്നവരെ
ആ സമയത്ത് വിശുദ്ധി കാണിക്കുന്നവരെ ചേർക്കാനല്ല. യോഗവും കൂട്ടായ്മയും ഒന്നും ഇല്ലാതിരിക്കുമ്പോ തന്നെ തലയെ മുറുകെ പിടിച്ചുകൊണ്ട് തലയെ ആഗ്രഹിക്കുന്ന രീതിയിൽ താൻ പ്രവർത്തി ചെയ്യുവാൻ, ദൈവാത്മാവിന്റെ വിശ്വാസത്തിന്റെ പ്രവർത്തി ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മുൻപിൽ അവൻ നിത്യത നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രിയിൽ ഈ വചന പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പ്രാർത്ഥന അനിവാര്യമാണ്. പക്ഷേ പ്രവർത്തികളില്ലാതെ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചത് കൊണ്ടോ കൂട്ടായ്മ നടത്തിയിട്ടോ ഒരർത്ഥവുമില്ല. പ്രാർത്ഥനയും കൂട്ടായ്മകളും ശുശ്രൂഷകളുമൊക്കെ അധികം ദൈവപ്രവർത്തികളെ മുറുകെ പിടിക്കുവാൻ സംഗതിയായി വരേണ്ടതാണ്. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞ് നാം പിരിഞ്ഞു കഴിഞ്ഞ് നാം ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തെ, നാം സഞ്ചരിക്കുന്ന സമയത്തെ, നാം മറ്റുള്ളവരുമായി ഇടകലർന്നു വയ്ക്കുന്ന സമയത്തെ, പഠിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൂട്ടുകാരുടെ നടുവിൽ നാം എങ്ങനെ ആയിരിക്കുന്നു നമ്മുടെ പ്രവർത്തികൾ എന്ന് വളരെ കൃത്യമായി പരിശുദ്ധാത്മാവ് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി ഏത് ഘട്ടത്തിലും നാം മുറുകെ പിടിക്കണമെന്ന് തുയത്തോരയിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്. എന്താണ് പ്രവൃത്തി? പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് തന്നതാണോ? കാൽവരി ക്രൂശിൽ കൂടെ അങ്ങനെ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നോ എന്നുള്ളതും കൂടെ വളരെ കൃത്യമായി പരിശോധിച്ച് പഠിക്കേണ്ടത് തന്നെയാണ്. ഞാൻ നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. എഫീസ് ലേഖനം 2-ാം അധ്യായം തുറക്കാം. എഫീസ് ലേഖനം 2-ാം അധ്യായം. രക്ഷയിൽ കൂടെ ക്രിസ്തുവിനാൽ നാം പണിയപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കായിട്ടാണോ കർത്താവ് നമ്മളെ കർത്താവിനോട് ചേർത്തത്? 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. എഫീസർ 2:9-10. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ 10-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 10-ാം വാക്യത്തിൽ വളരെ ക്ലിയർ ആയി പറയുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം ഒരിക്കൽ ചെയ്യേണ്ടതിനല്ല, നാം തുടർമാനമായി അവൻ വരുന്നനം വരെ നിലനിർത്തി ചെയ്തു പോരേണ്ടതിന് ഒരു പ്രവൃത്തി നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് 10-ാം വാക്യത്തിൽ പറയുമ്പോൾ 9-ാം വാക്യവും ഒക്കെ തമ്മിൽ മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാൻ അതും കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. പ്രവർത്തികൾ കാരണമല്ല എന്ന് ഇതേ വാക്യത്തിന്റെ ഭാഗത്ത് പറയുമ്പോൾ 10-ാം വാക്യത്തിൽ നാം പ്രവർത്തിക്കാൻ പറയുകയാണ്. എന്താണ് ഈ 2 പ്രവർത്തി? ആരെങ്കിലും തിരുവഴുത്തിൽ ബലഹീനരായ ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അവർക്കത് തമ്മിൽ ഡൗട്ട് ആകാതിരിക്കാൻ എടുത്തു പറയുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്നു പ്രവർത്തികൾ കാരണമല്ല. 1, 2 അതിലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താണ് ആ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, ഭൗതികമായി ദൈവത്തെ തേടുന്ന നാം മതങ്ങളിലായിരുന്നപ്പോൾ ചെയ്തു പോകുന്ന ചില പ്രവർത്തികളുണ്ട്. ആ പ്രവൃത്തി ഒരിക്കലും അത് ദൈവം അംഗീകരിക്കുകയോ പ്രസാദിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ചുരുക്കം പറഞ്ഞാൽ മതവിശ്വാസങ്ങളിലായിരുന്ന സമയത്ത് അങ്ങനെ പോയിട്ടുള്ളവർക്ക് അറിയാം. നമുക്കത് കേട്ട് കഴിവിയാ പലർക്കും. എനിക്ക് അത്തരം കാര്യങ്ങൾ അറിയത്തില്ല. ഞാൻ ഈ ആത്മീയ സമൂഹത്തിൽ തന്നെ ജനിച്ചു വളർന്ന് വളരെ ചെറുപ്രായത്തിൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഒരു നേർച്ചയായിട്ട് പോവുകയോ ഒരു പൈസ ഇടുകയോ സാമ്പ്രാണി കത്തിക്കോ മെഴുകുതിരി കത്തിക്കോ ഒന്നും ചെയ്ത് എനിക്ക് പരിചയമില്ല. 12 വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ആളാ. 13 വയസ്സിൽ കൃപയാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു. 13 വയസ്സിൽ തന്നെ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം പ്രാപിച്ചു. 16 വയസ്സ് പകുതിയായപ്പോൾ ബൈബിൾ കോളേജിൽ പോയി. 18 വയസ്സ് മുതൽ സഭാശുശ്രൂഷകനായി കൃപയാൽ ജീവിച്ചു വരുന്ന എനിക്ക് അത്തരം നേർച്ചകൾ കൊടുത്തറിയത്തില്ല. എനിക്കറിയാവുന്ന ഒരു നേർച്ച ഒന്നേ ഉള്ളൂ. പുതിയ നിയമത്തിൽ എന്നെ തന്നെ കർത്താവിന് കൊടുത്ത ആ നേർച്ച, സുന്ദരമായ നേർച്ച മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നാൽ അല്ലാതെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും നേർച്ചകൾ കൊടുക്കുന്ന പ്രവർത്തികൾ. അത്തരം പ്രവർത്തികളെ കുറിച്ചാണ് 9-ാം വാക്യത്തിൽ പറഞ്ഞത്. നാം രക്ഷിക്കപ്പെടുവാനും ദൈവത്തെ അറിയാനും കാരണം പരമ്പരാഗതമായി ചെയ്തു വന്ന പാരമ്പര്യത്തിന്റെ പ്രവൃത്തി ഒന്നുമല്ല.
മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രവൃത്തിയും നാം ദൈവത്തിങ്കിലേക്ക് വരാനുണ്ടായില്ല. സകല പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് മുഴുവൻ പുത്രനായ യേശു ക്രിസ്തു കാൽവറിയിൽ ചെയ്യുകയായിരുന്നു. അതിനെ പഠിപ്പിക്കുമ്പോൾ ഒന്നും കൂടെ ഗൗരവമായി അറിയാവുന്നവരുണ്ടെങ്കിലും പറയേണ്ട സത്യമുണ്ട്. സ്തോത്രം. യഹൂദൻ എന്ന് പറയുന്ന ജനം പ്രവർത്തികളിൽ കൂടെ, വളരെ ആചാരങ്ങളിൽ കൂടെ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ അവരിൽ കൂടെ ചെയ്ത് അവർ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് തന്നെ അവരുടെ പ്രവർത്തികൾ ചെയ്ത് തികയ്ക്കുവാനോ അവർ ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തോട് അടുക്കാനോ കഴിയാതെ പോകുമ്പോൾ സ്തോത്രം, അവരുടെ പ്രവർത്തികളും തോറ്റു തുന്നം പാടുന്നിടത്തെ ന്യായപ്രമാണത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് ന്യായപ്രമാണം ഒരിക്കലും നിവർത്തിക്കാൻ കഴിയാത്തതിനെ താൻ സ്വന്തം ശരീരത്തിൽ ജീവിതം കൊണ്ട് നിവർത്തിച്ച് നീക്കി ഇത് എന്റെ രക്തത്തിൻ പുതിയ നിയമം എന്ന് പറഞ്ഞ് തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെ സ്തോത്രം മുന്നോട്ട് തന്റെ ഉപദേശങ്ങളിൽ വളരെ കൃത്യമായി കർശനമായി വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് തൻ രക്തത്താൽ സമ്പാദിച്ച സഭയെ ആത്മാവിലെ പ്രവർത്തിക്കായി പുതിയ നിയമത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി വേർതിരിക്കുകയാണ്. അല്ലാതെ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തികൾ കാരണമല്ല എന്ന് പറഞ്ഞാൽ മുൻപായിരുന്ന ലോകത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്നും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ പ്രധാനമായും രണ്ട് പ്രവർത്തിയാണ്. ഒന്ന് നീതി പ്രവർത്തി, രണ്ട് സൽപ്രവർത്തി. നീതി പ്രവർത്തി ആർക്കും ചെയ്യാം. അമൃതാനന്ദമയും നീതി പ്രവർത്തി ചെയ്യുന്നുണ്ട്. KP യോഹന്നാൻ ജീവിച്ചിരുന്ന കാലത്ത് നീതി പ്രവർത്തി ചെയ്ത ആളാണ്. എന്നാൽ സൽപ്രവർത്തി ഇല്ലാത്ത നീതി പ്രവർത്തി ഒരിക്കലും ദൈവികമല്ല. സ്തോത്രം. അതിനെക്കുറിച്ച് വചനം തന്നെ പറയുന്നുണ്ട്. ഒരാൾ സൽപ്രവർത്തി കൂടാതെ നീതി പ്രവർത്തി ചെയ്യുന്ന ആളാണെങ്കിൽ നീതി പ്രവർത്തി ദൈവത്തിന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെ മാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കാൽവറി ക്രൂശിൽ കൂടെ നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അവസാനം വരെ മുറുകെ പിടിക്കാൻ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് സൽപ്രവർത്തി. വീണ്ടും ജനനത്തിൽ കൂടെ, പുതിയ സൃഷ്ടിയിൽ കൂടെ സൽപ്രവർത്തികൾക്കായി നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം നോക്കാം, ഞാൻ വായിക്കാം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ആമേൻ. സൽപ്രവർത്തികൾക്കായി നാം ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് വെച്ചാൽ ക്രിസ്തുവേശുവിൽ നാം ഉണ്ടായിരുന്നു, പക്ഷെ പാപനിമിത്തം നാം വൈകല്യതകൾ നിറഞ്ഞവരായി. എന്നാൽ ആ വൈകല്യതകളെ മാറ്റുന്ന ഒരു പുത്തൻ സൃഷ്ടിപ്പാണ് ക്രൂശിൽ നടന്നത്. ക്രിസ്തുവേശുവിൽ നാം വീണ്ടും പുതുതായി സൃഷ്ടിക്കപ്പെടുക. മുൻപ് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇതേ അധ്യായത്തിന്റെ ഇതേ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനെ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് സൃഷ്ടിച്ചു. അനാദി നിത്യതയിലെ കാര്യമാണ് ആ 4-ാം വാക്യം പറയുന്നത്. പലരും ഈ 4-ാം വാക്യമൊക്കെ പ്രസംഗിക്കുന്നത് ക്രൂശിൽ നമ്മെ ഇത് ചെയ്തെന്നുള്ള രീതിയിലാണ്. പക്ഷെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അനാദി നിത്യതയിൽ നാം ഉണ്ടായിരുന്നുള്ളതാണ്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനെ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുകയും തിരിഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ നമ്മെ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ അനാദി നിത്യതയിലെ നാം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ സംഗതിയാണ്. പക്ഷേ ആ ഉണ്ടായിരുന്നവരെയാണ് ഏദനിൽ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നവരെയാണ് പിന്നത്തേതിൽ സൃഷ്ടിച്ചത്. നാം ആദാമിൽ കൂടെ പാപം ചെയ്യുന്നതിന് മുമ്പേ നാം അടക്കം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിലാണ് എഫീസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നതിന് മുമ്പേ അത് പറഞ്ഞിട്ടുള്ളത്. ഇയ്യോബിന്റെ പുസ്തകം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 8-9 വാക്യം കൂടെ ഒന്ന് വായിക്കണം. ഈ എഫീസ് ലേഖനത്തിലെ 4-ാം വാക്യം ഇയ്യോബ് ഒന്നും കൂടെ സുന്ദരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വെളിപ്പാടിലാണ് പൗലോസ് ഇത് സംസാരിക്കുന്നത്. എന്നാൽ ഇയ്യോബ് അതിനു മുമ്പേ ആ വാക്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 8-9 വാക്യം.
നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കാം, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. കണ്ടോ, നാം ഇന്നലെ ഉണ്ടായവരും, വളരെ വ്യക്തമായി പറയാം, നാം ഇന്നലെ ഉണ്ടായവർ, പക്ഷെ ഒന്നും അറിയാത്തവർ. അത് തന്നെ എഫീസ്യ ലേഖനം പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യോബ് ഇന്നലെ എന്ന് പറഞ്ഞത് അനാദി നിത്യതയെ കുറിച്ചാണ്. ഇന്നലെ എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തൊരു മണ്ഡലം, നാം ഇല്ലാഞ്ഞ ജീവനോടെ ഭൂമണ്ഡലം പോലും ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് യോബ് വളരെ സിമ്പിളായ ഒരു പദം പറയുകയാണ്, നാം ഇന്നലെ ഉണ്ടായവരും. എന്നാൽ ഇപ്പോഴായിരിക്കുന്ന നമുക്ക് ഇന്നലെയെ കുറിച്ച് ഒന്നും അറിയാത്തവരുമായി. ശരിക്കും ഇതിനെക്കുറിച്ച് പിന്നെ അറിഞ്ഞതെപ്പോഴാ? നാം രക്ഷിക്കപ്പെട്ട ശേഷവും പലർക്കും ഇന്നലെയെ കുറിച്ചൊന്നും അറിയത്തില്ല. ആമേൻ, സ്തോത്രം. ഇങ്ങനെ ദൈവവചനം പഠിക്കുമ്പോഴാണ് ഓരോന്നും വെളിപ്പെട്ടു വരുന്നത്. ആമേൻ, സ്തോത്രം. അതിനായിട്ടാണ് ദൈവവചനം പഠിക്കാൻ കൂടുതൽ സമയം എടുക്കണം എന്ന് പറഞ്ഞു. ഇന്ന് ബൈബിൾ ക്ലാസ്സിനൊന്നും വലിയ പ്രസക്തിയില്ല. എന്നാൽ ഞാൻ താഴ്മയോട് പറയട്ടെ, അതിന് നിങ്ങൾ എടുക്കുന്ന സമയത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. ഏറ്റവും പ്രാധാന്യം പുതിയ നിയമസഭയിൽ ദൈവവചന പഠനമാണ്. ആമേൻ, ദൈവവചന പഠനം. പ്രസംഗം പുറകെയാ വരേണ്ടത്, പഠനം മുൻപെയാണ്. നിങ്ങൾ പുതിയ നിയമം എണ്ണി പഠിക്കണം. പുതിയ നിയമത്തിൻ്റെ അകത്ത് അപ്പോസ്തലന്മാർ ചെയ്ത പ്രസംഗം എത്ര ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കണം. ആമേൻ, 86 പ്രസംഗങ്ങൾ മാത്രമേ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ പ്രസംഗിച്ചിട്ടുള്ളൂ. വെറും 86 പ്രസംഗങ്ങൾ. എന്നാൽ വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ 117 പ്രാവശ്യം അവർ പഠിപ്പിച്ചു എന്ന് കാണാൻ പറ്റും. ഉപദേശിച്ചു എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മറ്റു ഭാഷകളും കൂടെ ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ, ഇംഗ്ലീഷും തമിഴും ഒക്കെ കൂട്ടി ബൈബിൾ ഒന്ന് പരിശോധിച്ചാൽ 117 പ്രാവശ്യം അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. 86 പ്രാവശ്യമേ അവർ പ്രസംഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ അർത്ഥം 86 കഴിഞ്ഞാൽ പിന്നെ പ്രസംഗമില്ലെന്നല്ല, 117 കഴിഞ്ഞാൽ പിന്നെ പഠിപ്പീരില്ലെന്നല്ല. പ്രസംഗത്തെക്കാൾ കൂടുതൽ പഠനമാണ് ദൈവസഭയ്ക്കകത്ത് നടക്കേണ്ടത്. ഇന്ന് വാളെടുക്കുന്ന മുഴുവൻ വെളിച്ചപ്പാടെന്ന മട്ടിൽ ബൈബിൾ കോളേജിൽ അങ്ങ് പഠിക്കാൻ പോയാൽ തുടങ്ങിയാൽ മുതൽ അന്നാരെ ഏതെങ്കിലും ഒരു പ്രസംഗകനെ റോൾ മോഡലാക്കി പ്രസംഗിക്കണം എന്നുള്ള ആവേശത്തിൽ തലമുറയെ പ്രസംഗം പഠിപ്പിച്ച് മുന്നോട്ട് വിടുമ്പോൾ ദൈവവചനം അങ്ങനെ പറയുന്നില്ല. വചനം പഠിപ്പിക്കുന്നവരായി മാറണം. വചനം നന്നായി പഠിപ്പിക്കുന്നവരായി മാറണം. വചന പഠനമായിരിക്കണം ഏറ്റവും മുമ്പേ പോകേണ്ടത്. ഞാനൊന്ന് ആ കണക്കൊന്നും കൂടെ പറയാം. 86 പ്രസംഗങ്ങളും 117 പഠിപ്പിക്കലും എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് തീരുകയല്ല, മറിച്ച് 86ാമത്തെ പ്രസംഗം 87ാമത്തെ പ്രസംഗത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പേ 117 എന്ന പഠിപ്പിക്കൽ 118ലേക്ക് കഴിഞ്ഞിട്ടേ 87ാമത്തെ പ്രസംഗത്തിന് എഴുന്നേൽക്കാവുള്ളൂ. പ്രസംഗം മുൻപേ പോകരുത്, പഠനമാണ് മുൻപേ പോകേണ്ടത്. ഇനി പ്രസംഗിക്കേണ്ടത് എവിടെയാണ്? പ്രസംഗിക്കാൻ കൊതിയുള്ളവരൊക്കെ മൈക്ക് കൊടുത്ത വഴി പോയി നിന്ന് പ്രസംഗിക്കണം. എന്നാൽ സഭയ്ക്കകത്തെ പ്രസംഗമല്ല ആവശ്യം, സഭയ്ക്കകത്തെ വചന പഠനമാണ് ആവശ്യം. വചന പഠനം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ആത്മീയ സമൂഹം അതിദാരുണമായി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. അത് നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും ജനത്തിന് ഇഷ്ടം വചനപഠനമല്ല. ജനത്തിന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്ന ഒത്തിരി ദൈവദാസന്മാരെന്ന് പറയുന്ന ആളുകളും ഉള്ളത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റേജാണ്. എങ്കിലും ചുരുക്കം ചിലർക്കെങ്കിലും ഇത്തരം ബോധം ദൈവം നൽകിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഒറ്റ വാക്കും കൂടെ പറയട്ടെ, പഠനം മുൻപേ പോകട്ടെ, പ്രസംഗം പുറകെ വരട്ടെ. അതുകൊണ്ട് പ്രസംഗമില്ലെന്നല്ല, പ്രസംഗം പുറകിൽ നിൽക്കണം. ദൈവവചന പഠനത്തിന് 1ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ തിരുവെഴുത്തും ദൈവശക്തിയും അറിയായികയാൽ ജനം തെറ്റിപ്പോകുന്നുള്ള തിരുവെഴുത്ത് എത്രയോ യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ തലമുറകൾക്ക് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നീതീകരണം എന്നാന്നറിയത്തില്ല, വിശുദ്ധീകരണം എന്നാന്നറിയത്തില്ല, തേജസ്കരണം എന്നാന്നറിയത്തില്ല. ഇന്നത്തെ തലമുറയ്ക്കെന്നല്ല, നല്ലൊരു സംഖ്യ പുതിയ ഭാഷന്മാർക്കും ഇതൊന്നും അറിയത്തില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിനടുത്തൊരു സ്ഥലത്ത് ചർച്ചിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ആ ചർച്ചിൽ വന്ന് യോഗം കൂടാൻ വന്ന മറ്റൊരു ചർച്ചിലെ ആന്റി യോഗം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 50 വർഷമായി ഞാൻ പെന്തിക്കോസ്തിലായിട്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടെന്ന് അറിയുന്നു. 50 വർഷത്തിന് ശേഷം. സ്തോത്രം.
എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മൾ സത്യത്തിൽ ദൈവജനത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? ഉയർത്തും, മാനിക്കും, അനുഗ്രഹിച്ചും, കൊമ്പയെ കയറ്റും, നമ്മളെ ആകാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്ന പ്രസംഗത്തിന് കൈയടിച്ച് സാത്താൻ സർപ്പ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തോട് പറയാം, ദൈവവചന പഠനത്തിന് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കണം എന്ന് വളരെ വിനയത്തോടും താഴ്മയോടും പരിശുദ്ധാത്മ നിയോഗത്തോടും തിരുവഴുത്തിന്റെ തിരിച്ചറിവോടും കൂടെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. തിരികെ വരട്ടെ. ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രവർത്തി, ഒന്ന്, സൽപ്രവർത്തിക്കായി അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സൃഷ്ടിക്കപ്പെട്ടവരാകും. സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കുമ്പോൾ നാം നേരത്തെ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഏദനിൽ പാപം ചെയ്തതോടുകൂടെ ആദാമിൽ കൂടെ എല്ലാവരും വൈകല്യം നിറഞ്ഞവരായി, എല്ലാവരും പാപികളായെന്ന് പറഞ്ഞാൽ ദൈവപുത്രന്റെ ദൈവ സ്വഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോയി. മറ്റൊരപ്പന്റെ കീഴിലേക്ക് പിടിയമർത്തി, മറ്റൊരപ്പനാൽ നിയന്ത്രിക്കപ്പെട്ടു. പിശാച് ജനിപ്പിക്കാതെ സൃഷ്ടിക്കാതെ പിതാവായി മാറി. എടുക്കണ്ട, യോഹന്നാന്റെ സുവിശേഷം 8:42 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സാക്ഷാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഇസ്രായേലിനോട് കർത്താവ് തന്നെ പറയാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ ഇഷ്ടം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവന്റെ ഇഷ്ടം ചെയ്യുന്നു. കണ്ടോ, സാക്ഷാൽ യഹൂദനടക്കം പുത്രത്വം രണ്ടാമതായി കൊടുത്ത യഹൂദനടക്കം പുത്രത്വത്തിൽ നിന്ന് അകന്ന് പിശാചിന്റെ കീഴിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യനും ദൈവത്തിന്റെ ദൈവിക പുത്രത്തെ നിലനിൽക്കാൻ കഴിയാതെ പാപവും ശാപവും വരെ വൈകല്യമാക്കി കളഞ്ഞപ്പോൾ 2025 വർഷങ്ങൾക്ക് മുമ്പേ ഗോൽഗോഥായുടെ നെറുകയിൽ ക്രൂശിൽ നമ്മെ പുതുമനുഷ്യനായി സൃഷ്ടിക്കുമ്പോൾ തിരികെ ദൈവത്തിന്റെ മക്കളാക്കി നമ്മെ തീർത്തുകൊണ്ട് പുത്തൻ മനുഷ്യനാക്കി സൃഷ്ടിക്കുമ്പോൾ എടുത്തെഴുതിയിരിക്കുക, സൽപ്രവർത്തികൾക്കായി നമ്മെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷെയ്പ്പ് നഷ്ടപ്പെട്ട നമ്മെ സൃഷ്ടിച്ചു എന്ന് വളരെ ക്ലിയറാണ്. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ, ദൈവത്തിന്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ അവൻ ക്രൂശിൽ കഷ്ടമനുഭവിച്ചത് തിരിച്ചറിയുന്നവരെ ഒരു പുതുമനുഷ്യനായി സൃഷ്ടിച്ചു. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പുതുമനുഷ്യൻ എന്ന ആ സൃഷ്ടിപ്പിൽ സൽപ്രവർത്തികളിൽ കൊള്ളാവുന്നവരായി മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അത്രയും ആ കാര്യങ്ങൾ ഒത്തിരി എടുത്തു പറഞ്ഞു പോയാൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും എടുത്തു പറയാൻ സമയം ഇല്ലാതെ പോകും. അതുകൊണ്ട് പ്രധാന ഭാഗങ്ങൾ മാത്രം ഞാനും തൊട്ടുവിടാം. ഒന്ന്, നമ്മുടെ പ്രവൃത്തി നാം മുറുകെ പിടിക്കണം. ഇനി നിങ്ങൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം ഓരോ സഭകളെ കുറിച്ച് 3-ാം അധ്യായം വരെ പഠിക്കുമ്പോഴും എടുത്തു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ പ്രവൃത്തിയെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. മരണശേഷം നമ്മെ പിന്തുടരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നൊരിക്കലും ബൈബിൾ പറഞ്ഞിട്ടില്ല. വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു, നിന്റെ പ്രവൃത്തി നിന്നെ പിന്തുടരും, നിന്റെ പ്രവൃത്തി നിന്നെ പിന്തുടരും. മരണാനന്തരം നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരും. നാം ദൈവത്തിന്റെ മുൻപാകെ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നാമതായി സൽപ്രവർത്തികളെ, ദൈവം തന്ന നല്ല പ്രവർത്തികളെ മുറുകെ പിടിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ആ പ്രവർത്തിക്കായി നമ്മെ ദൈവം വിളിച്ചിരിക്കുകയാണ്. സാത്താന്റെ പ്രവർത്തികൾ ചെയ്യാനല്ല, പൈശാചികന്റെ പ്രവർത്തികളിൽ ഇഷ്ടപ്പെടാനല്ല, അത് രസിക്കാനും അത് ചെയ്യാനുമല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന, മറിച്ച് സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. രണ്ടാമത്തതിലേക്ക് ഞാൻ പോകുന്നു. രണ്ടാമത്തത് സ്നേഹമാണ്. സ്നേഹം. 19-ാം വാക്യം പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി. 2, നിന്റെ സ്നേഹം. കർത്താവ് വരും വരെ മുറുകെ പിടിക്കേണ്ട രണ്ടാമത്തെ സംഗതി സ്നേഹമാണ്. എന്താണ് സ്നേഹം? സ്തോത്രം. ഞാൻ ഈ 2-ാം അധ്യായം തന്നെ സസൂക്ഷ്മം പഠിക്കുമ്പോൾ എനിക്ക് സ്തോത്രം ഹൃദയത്തിന്റെ അകത്തെ വളരെ ആഴമായ ഇടപെടലുണ്ടായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, സ്നേഹം അത്രയ്ക്ക് ഗൗരവമായ കാര്യമാണോ? എന്താണ് സ്നേഹത്തെ
ഇത്രയ്ക്കാഴമായി ദൈവം എടുത്തു കാണിക്കുന്നത്. അത് ഏത് വാക്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 4ഉം 5ഉം വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് 2-ന്റെ 4ഉം 5ഉം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. 4ഉം 5ഉം വാക്യം നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ കാണുന്നു, എങ്കിലും നിന്റെ സ്നേഹം വിട്ടുകളഞ്ഞു, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഒരു കുറ്റാരോപണം കർത്താവ് ഡയറക്റ്റ് നടത്തുകയാണ് എഫെസോസിലെ സഭയോട്. ആ കുറ്റം ഇത്രയേ ഉള്ളൂ, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം. എന്നാൽ ഇതേ സഭയെക്കുറിച്ച് 2-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, മലയാള ഭാഷയെ പ്രസംഗകരുടെ ഭാഷ പറഞ്ഞാൽ 100 കൂട്ടം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ സഹിച്ചതും, നീ അപ്പോസ്തലന്മാരെ അല്ലാതിരിക്കുക അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടെത്തിയതും, നീ എൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ചതും സഹിഷ്ണുത കാണിച്ചതും ഒക്കെ ഞാൻ അറിയുന്നു. ഒത്തിരി പ്രവൃത്തി നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 4-ാം വാക്യത്തിൽ പറയാ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാൻ. ആ കുറ്റം സ്നേഹം, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ദൈവത്തോട് ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ചോദിച്ച ചോദ്യമുണ്ട്, എൻ്റെ കർത്താവേ, ഇത്രയും നല്ല പ്രവർത്തികൾ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് സ്നേഹം എന്ന 2 അക്ഷരത്തിൽ കൊണ്ടുവന്ന് ഇവരെ പിടിച്ച് കെട്ടിയിട്ട് 5-ാം വാക്യത്തിലൊക്കെ പറയുന്നത് ഭയങ്കര വേദനിക്കുന്ന രീതിയിലാണ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്. കണ്ടോ, ഏതിൽ നിന്ന് വീണു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടാൽ വീണെന്നാ പറഞ്ഞിരിക്കും. നമ്മൾ പലപ്പോഴും വീണെന്ന് അഭിസംബോധന ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ ഏതെങ്കിലും ഒരു വ്യഭിചാര കുറ്റത്തിന് പിടിച്ചാൽ നമ്മൾ പറയും, ആ പുള്ളി വീണുപോയി, ആ പുള്ളി വീണുപോയി. നമ്മൾ വീഴുന്നെന്ന് പറയുന്നത് വ്യഭിചാരം ചെയ്താലാ, അല്ലെങ്കിൽ കള്ള് കുടിച്ചാലാ, അല്ലെങ്കിൽ സഭായോഗം മുടക്കുമ്പോഴാണ്. ഈ കള്ളും കുടിക്കാതെ പെണ്ണും പിടിക്കാതെ വ്യഭിചാരം ഒന്നും ചെയ്യാതെ എത്രയോ പേര് സഭയ്ക്കകത്ത് വീണ് കിടക്കുക എന്നറിയാവോ? സ്തോത്രം. ദൈവസ്നേഹം, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവരെല്ലാം വീണുപോയവരാ. വീണുപോയവരാ. നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും പാപത്തിൽ വീണു എന്ന് പറഞ്ഞ് പത്രത്തിലോ സോഷ്യൽ മീഡിയയിലോ വരുമ്പോൾ ആ പുള്ളി വീണെന്ന് പോയെന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മൾ പലരും വീണ് കിടന്നോണ്ടാണ് അവര് വീണുപോയെന്ന് പറയുന്നത്. എൻ്റെ പ്രിയരെ, പാപത്തിന് നമുക്ക് മുമ്പിൽ വലിപ്പച്ചെറുപ്പം ഉണ്ടാകാം, എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ പാപത്തിന് വലിപ്പച്ചെറുപ്പമില്ല. ഞങ്ങൾ ബൈബിൾ സ്കൂളിലും ബൈബിൾ ക്ലാസ്സിലും സെമിനാരിയിലും ഒക്കെ ചർച്ചിലും ഒക്കെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ പഠിപ്പിക്കാൻ എളുപ്പമായിട്ട് ഏദൻ തോട്ടത്തിലെ 7 വിധ പാപങ്ങളൊന്നും സ്വർഗത്തിലെ പാപമൊന്നും, സ്വർഗത്തിൽ പാപം ആദ്യം നടന്നത് സ്വർഗത്തിലാണ്. മനുഷ്യനല്ല ആദ്യം പാപം ചെയ്തത്, നിഗളിച്ചിട്ട് പാപം ചെയ്തത് ലൂസിഫറ. അങ്ങനെയൊക്കെ തരം തിരിച്ച് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട് ബൈബിൾ എളുപ്പം പഠിക്കാൻ വേണ്ടി. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ചെറിയ പാപവും വലിയ പാപവും ഇല്ല. സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ അവൻ നരക ശിക്ഷയ്ക്ക് യോഗ്യനാണ്. ആരെ? സഹോദരൻ. ദുരുപദേശകനെയല്ല, കള്ളത്തരം കാണിക്കുന്നവനല്ല, പരസ്പരം ദൈവസ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനെ, പ്രമാണത്തിൽ നിൽക്കുന്നവനെ, വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ, ക്രിസ്തു സഭയുടെ ഭാഗമായിരിക്കുന്നവരെ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവര്, പരസ്പര സ്നേഹം നഷ്ടപ്പെട്ട് ഒരുത്തൻ നിസാരനായി കണ്ടാൽ അവൻ നരക ശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ വലിയ പാപം ചെറിയ പാപം ഒന്നുമില്ല. എന്നാൽ ഒരു സ്ഥലത്തെ യോഹന്നാൻ ലേഖനത്തിൽ കാണുന്നുണ്ട്, മരണത്തിനായിട്ടുള്ള പാപം, മരണത്തിനല്ലാത്ത പാപം. അത് വളരെ ഗൗരവമായി അവതരിപ്പിക്കേണ്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോണില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. നമ്മൾ പലപ്പോഴും പാപത്തെ കാറ്റഗറി തിരിച്ച് അതുകൊണ്ട് നമ്മുടെ ആത്മീയം തന്നെ തട്ടിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒത്തു നോക്കുക. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അടുത്തറിയാമെന്ന് പറയണേ, ഞാൻ ആത്മീയം വളക്കുന്ന എങ്ങനെയാണെന്നറിയോ? ആ രതീഷ് ബ്രദറിനേക്കാളും നല്ലയാളാ ഞാൻ എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ അയാളെക്കാളും നല്ലയാളായതുകൊണ്ട് ഞാൻ ഏതാണ്ട് വിശുദ്ധനാണെന്നുള്ള തോന്നലാണ് ഇന്നത്തെ ദൈവസഭയ്ക്കകത്തെ രീതി. ഞാൻ ഇന്നാരേക്കാളും നല്ലതാണ്, ഞാൻ നേരത്തെ സഭായോഗത്തിന് വരും, ഞാൻ പാട്ടുപാടും, ഞാൻ പ്രസംഗിക്കും, ഞാൻ അത് ചെയ്യും. ഇതൊന്നും ഒരു വിശുദ്ധിയുടെ മാനദണ്ഡമല്ല.
രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിന്റെ മുമ്പിൽ നീ എങ്ങനെ ഉണ്ടെന്ന് നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനാലും നീ കേൾക്കുന്ന വചനത്താലും ഒന്ന് സ്വയശോധന ചെയ്യാൻ പരിശുദ്ധാത്മാവി പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി വ്യക്തമായി ദൂത് പറയുകയാണ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ. വിവേചനത്തോടെ പരിശുദ്ധാത്മാ പറയുന്നു, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നോക്കിയിട്ടെ അയാളെക്കാൾ ഞാൻ നല്ലയാളാ ആമേ എന്ന് പറയുന്ന ആമേ പരീശന്റെയും ആമേ പാപിയായ മനുഷ്യന്റെയും പ്രാർത്ഥന. ആമേ രണ്ടുപേരും ഒരുമിച്ച് ആലയത്തിൽ വരുന്നു, ഒരാൾ ഇച്ചിരി ദൂരത്ത് നിൽക്കുന്നു, രണ്ടുപേർക്കും പ്രാർത്ഥിക്കുന്ന കേൾക്കാം. ഒരുത്തൻ പറയുകയാണ്, ആമേ ഞാൻ അവനെ പോലെ അല്ലായികയാൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു, ഞാൻ കൃത്യമായി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, സ്വാമി ദശാംശം കൊടുക്കുന്നു, ആമേ എല്ലാത്തിനും ഞാൻ കണക്ക് എള്ളു കീറി കടുകിന് വരെ ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ അവനെ പോലെ അല്ലായികയാൽ സ്വോത്രം എന്നൊക്കെ നമ്മുടെ ഭാഷയെ പറയുമ്പോൾ ആമേ സ്വോത്രം ദൂരത്ത് നിന്ന് ഒരുത്തൻ മാറത്തടിച്ചത് പറഞ്ഞു, ഞാൻ പാപിയാണ്, നിന്റെ അടുത്തിലോട്ട് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് സ്വയശോധന നടത്തി തൻ്റെ തെറ്റുകളെ ഏറ്റു പറഞ്ഞപ്പോൾ ആമേ സ്വോത്രം ഹല്ലേലൂയ. താരതമ്യത്തിന് നിൽക്കാത്ത മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വർഷങ്ങൾ ഇതിന്റെ അകത്തിരുന്നു കൊണ്ട് കുറെ താരതമ്യം ചെയ്ത് ആളുകളെ തമ്മിൽ നോക്കിയിട്ട് ഞാൻ കൊള്ളാം എന്ന് പറയുന്ന ആളായിട്ടല്ല, മറിച്ച് ആമേ സ്വോത്രം തന്നെത്താൻ ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ഞാനും ദൈവവും ദൈവവചനവും പരിശുദ്ധാത്മാവും ഉദ്ദേശിക്കുന്ന രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്നൊന്ന് സ്വയം പരിശോധന നടത്തിയാൽ ആമേ നമ്മുടെ കുറവുകളെ നമ്മുടെ തെറ്റുകളെ കണ്ടെത്തി ഈ ദിവസങ്ങളിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആമേ. യേശു എല്ലാരെയും ചേർക്കാനല്ല വരുന്നത്, തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകുകയാണ്. അവൻ ആരെ ചേർക്കാനാണ് വരുന്നത്? കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത തന്റെ നിർമ്മല കന്യകയെ ചേർക്കാൻ അവൻ രണ്ടാമത് മടങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർ തന്നെത്താൻ ശോധന ചെയ്യുക. അടുത്ത് കാണുന്ന ഒരു ആമേ സ്വോത്ര കോളത്തിൽ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരാളുമായിട്ടല്ല താരതമ്യം ചെയ്യേണ്ടത്, നമ്മളെ വീട്ടിലിരിക്കുന്നവരുമായിട്ടല്ല. ഞാനും ദൈവവും ഞാനും പരിശുദ്ധാത്മാവും തമ്മിൽ നോക്കുമ്പോൾ, ഞാനും ദൈവവചനവും തമ്മിൽ ഒത്തു നോക്കുമ്പോൾ, ദൈവവചനവുമായിട്ട് ആമേ പറയുന്ന പോലത്തെ ഒരു ജീവിതമല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ പകരുന്ന രീതിയിൽ ഇടപെടുന്ന രീതിയിൽ ഒരു ജീവിതം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കർത്താവ് സംസാരിക്കുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാരുമായിട്ട് താരതമ്യം ചെയ്യരുത്. നാം ഈ ദിവസങ്ങളിൽ വചനത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിലേക്കും അവൻ കർത്താവിന്റെ കൽപ്പനയിലേക്കും മടങ്ങി വന്നിട്ട് അവൻ വരുവോളം ചിലത് മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായ ആലോചന പറയുക. അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ ആമേ സ്നേഹം എന്ന രണ്ടക്ഷരത്തിൽ മുറുകെ പിടിക്കുന്നു ആമേ ദൈവം. ആമേ ദൈവം പറയുകയാണ്, ആമേ ഏതിൽ നിന്നു വീണു എന്ന് അറിഞ്ഞ് എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ സ്നേഹത്തിന്റെ പദ്ധതിയിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിൽ, സ്തോത്രം, ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഞാൻ വരികയും നിന്റെ നിലവിളക്കതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നാം അറിയില്ല നമ്മുടെ ഉള്ളിലെ പ്രകാശം കെട്ടുപോകുന്നത് അറിയില്ല. നിലവിളക്ക് കെട്ടുപോകുക എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഒന്നോർത്ത് നോക്കിയേ. പഴയ നിയമം പഠിക്കുമ്പോൾ ഷീലോവിലെ ആലയത്തെക്കുറിച്ച് ആമേ സഹിച്ചാൻ നിങ്ങളെ നന്നായി സമാഗമന കൂടാരമൊക്കെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഞാനതിൻ്റെ ഗൗരവമായ ഭാഗമൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. രതീഷ് പടറിന്റെ പുറകെ കിടക്കുന്ന പിക്ചർ തന്നെ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള വലിയൊരു പിക്ചറാണ് അദ്ദേഹത്തിൻ്റെ ആ പുറകിൽ കാണാൻ കഴിയുന്നത്. അത് ഞാനതിൽ ഷീലോവിലെ ആലയത്തെക്കുറിച്ച് പറയുകയാണ്. വിളക്ക് നീക്കിക്കളയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയെ ഷീലോവിലെ ആലയത്തിൽ നിന്ന് കാണാൻ കഴിയും. സ്തോത്രം. ഏലിയുടെ കാലത്തെ വിളക്ക് കെട്ടുപോവുക. വിളക്ക് അവിടെ ഉണ്ട്, പക്ഷേ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലനം സംഭവിക്കും. പരിശുദ്ധാത്മാവ് ആഴമായി സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഇന്ന് രാത്രി ചില ഹൃദയങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ വളരെ കൃത്യമായി എനിക്ക് നിയോഗം തരും. ആമേ വിളക്ക് അവിടെ ഉണ്ട്, 7 ആമേ തണ്ടായി നല്ല കവര വിളക്ക് അവിടെ ഉണ്ട്. വിളക്കുണ്ടോ? ഉണ്ട്.
ഉണ്ടോ? ഇല്ല. അത് ഇതുപോലെ പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. പ്രസംഗമുണ്ടോ? ഉണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ. പക്ഷേ പ്രകാശത്തിന്റെ അനുഭവം, ദൈവം കത്തിച്ച് നിരന്തരം നിർത്തേണ്ട, ദൈവത്തിന്റെ സന്നിധി നിരന്തരം നിർത്തേണ്ട വിശുദ്ധിയോ വേർപാടോ ദൈവസ്നേഹമോ അതിന്റെ ആഴമോ ഇന്നില്ല. ഭൗതികമായ സെറ്റപ്പ് ഉണ്ട്. വിളക്ക് എന്തിനാ പണിത് വെച്ചിരിക്കുന്നത്? വിളക്ക് പണിതിരിക്കുന്നത് നിരന്തരം കത്താന, രാത്രിയിലും പകലിലും കത്താന. പകലിനെയും രാത്രിയെയും പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ രണ്ടർത്ഥം പ്രധാനമായി പറയുന്നുണ്ട്. വിശുദ്ധ ജീവിതത്തെ പകൽ പ്രകാശത്തെയായിട്ട് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇരുട്ടെന്ന് പറഞ്ഞാൽ പാപം നിറഞ്ഞ അവസ്ഥയില്ല. സ്തോത്രം. പുറമേ സ്തോത്രം. ഈ ആലയത്തിൽ അവസ്ഥ എന്താണ്? ശീലോവിൽ പകല് മുഴുവൻ വിളക്ക് കത്തിച്ചു വെക്കും, രാത്രിയിൽ ഇത് കെടുത്തും. ഇനി എണ്ണയുടെ കുറവ് കൊണ്ടാണെങ്കിൽ പകലങ്ങ് കെടുത്തി വെക്കണു. നാട്ടുകാരറിയട്ടെ, എണ്ണയുടെ അനുഭവം കുറവായതുകൊണ്ടാ പകല് കെടുത്തുന്നത്. ഇത് രാത്രിയിൽ ആളുകളെല്ലാം ഉറങ്ങുമ്പോൾ പകല് മുഴുവൻ കത്തിച്ചു വെച്ചത് രാത്രി കെടുത്തുന്നത് എന്തിനാണെന്ന് ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അതിനെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പകൽമാന്യന്മാരൊത്തിരിയുള്ള ആത്മീയ സമൂഹത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ വിളക്ക് കത്തി നിൽക്കുന്നു, കത്തിക്കയറുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടി അന്യഭാഷ പറഞ്ഞ സഹോദരൻ 15 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അലറിക്കൊണ്ട് നിലത്ത് വീണു. അവൻ അന്യഭാഷ പറഞ്ഞ് സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അവൻ അലറിക്കൊണ്ട് നിലത്ത് വീണിട്ട് അവനെ ഉടുപ്പൂരി എറിഞ്ഞു. അവന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ദൈവദാസനെ വേറൊരാളെ ഒന്ന് പറഞ്ഞു വിട്ട് എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ എൻ്റെ തലങ്ങണായിക്കടിയിൽ ഇത്ര ഹാൻസിന്റെ ഷീറ്റ് ഇരിപ്പുണ്ട്. ഹാൻസ് ചുണ്ടിന്റെ ഇടയിൽ വെക്കുന്ന സാധനം, അത് ഞാൻ ഉപയോഗിക്കുന്ന ആളാ. തേജ കിടിലൻ അന്യഭാഷ 10-25 മിനിറ്റ് മുമ്പ് പറഞ്ഞവൻ, അന്യഭാഷ പറഞ്ഞ് പാട്ട് ലീഡ് ചെയ്തവൻ, അലറിക്കൊണ്ട് പ്രസംഗത്തിനിടെ താഴെ വീണ് കിടന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഹാൻസ് ഉപയോഗിക്കുന്ന ആളാ, ആളെ വിട്ട് എടുപ്പിക്കണം. ആ സഭയിൽ തന്നെ ഒരാളെ പ്രാർത്ഥിച്ച് അവന്റെ വീട്ടിലുള്ള ഒരു സഹോദരന്റെ കൂടെ വിട്ട് അവന്റെ സഹോദരനെ പറഞ്ഞു വിട്ടപ്പോൾ അവന്റെ തലങ്ങണായിക്കടിയിൽ 9 ഹാൻസ് ഇരിക്കുക. അവൻ ആ സ്റ്റേജിൽ ആത്മാവിനെ ഇറക്കുന്നത്, വിളക്ക് കത്തി നിൽക്കുക കാണെ. പക്ഷേ രഹസ്യ അറകളിൽ ദൈവത്തിന് ഹിതമല്ലാത്ത പാപത്തിന്റെ മലീമസമായ വല്ലാത്ത സാഹചര്യങ്ങൾ ആത്മീയ സമൂഹത്തിൽ കാണുമ്പോൾ ഈ രാത്രി ഈ ഷൂം ഫ്ലാറ്റ് മോചിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നീ പുറമേ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കത്തി നിൽക്കുന്നൊരു പ്രകാശമായി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ കഴിയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളറയിൽ അടച്ചു വെച്ചിരിക്കുന്ന രഹസ്യമായ ദൈവഗീതമല്ലാത്ത സംഗതികളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ യേശുവിന്റെ വരവിനായി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. വിളക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിരന്തരം കത്തേണ്ട വിളക്ക് നിരന്തരം കത്തേണ്ടത് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ആ വിളക്കിന്റെ കാര്യം അവതരിപ്പിക്കേണ്ട വന്നത് സ്നേഹമെന്ന വിഷയത്തിൽ കൂടിയാണ്. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന് പൗലോസ് പറയാനുള്ള കാരണം എന്നാണെന്നറിയാവോ? അതിന്റെ മർമ്മം പരിശുദ്ധാത്മാവിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ പൗലോസ് അതിനെ വളരെ ആഴമായിട്ടാണ്, വെളിപ്പാടോടുകൂടാണ് ആ പദം പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. ഒത്തിരി കാര്യം പറഞ്ഞിട്ട് പൗലോസ് നല്ലൊരു ഭാഷ ഉപയോഗിച്ചിരിക്കുക. ഏതുമില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ കർത്താവ് ഇല്ലാത്തെന്ന് പറഞ്ഞപ്പോൾ നീ ഉൽപ്പത്തി പുസ്തകം മുതലൊന്ന് വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഏദൻ തോട്ടം മുതൽ ഉള്ള സംഗതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഏതുമില്ലെന്ന്. ഏതുമില്ലെന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞാൽ അകത്ത പരിശുദ്ധാത്മ ബോധമുള്ളവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകും. സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവം വെയിലാറുമ്പോ തോട്ടത്തിൽ വന്ന് മനുഷ്യനെ അന്വേഷിച്ചു. മനുഷ്യ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യൻ തിരിച്ചുത്തരം പറയുന്നത് 3 കാര്യങ്ങളാണ്. ഞാൻ നഗ്നനാകയാൽ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. 1 നഗ്നത, 2 ഭയം, 3 ഒളിച്ചിരിപ്പ്. 1 നഗ്നത. നഗ്നത എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകലുന്നവൻ ആദ്യം സംഭവിക്കുന്നതായിട്ട് ആദാം അവതരിപ്പിക്കുന്നത് ഞാൻ നഗ്നനാണെന്ന്. സ്തോത്രം. നഗ്നനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതിയ നിയമത്തിൽ തേജസ്, പഴയ നിയമത്തിൽ തേജസ്സിനെ പലപ്പോഴും ദൈവത്തിന്റെ രൂപമായി അവതരിപ്പിച്ചിട്ടുണ്ട്. തേജോമയനായ ദൈവം
അബ്രഹാമിന് പ്രത്യക്ഷനായി. ദൈവത്തിന്റെ രൂപം പറയുന്നിടത്തെല്ലാം പഴയ നിയമം ഉദ്ദേശിച്ചിരിക്കുന്നതും പുതിയ നിയമത്തിൽ സ്തേഫാനോസ് എടുത്ത് പ്രസംഗിച്ചതും തേജോമയനായ ദൈവമെന്നാണ്. അപ്പോൾ ദൈവത്തിനെ കാണുന്നത് തേജസ്സായിട്ട്, ദൈവത്തിനെയും ദൈവത്തിന്റെ ദൂതന്മാരെയൊക്കെ കണ്ടെടുത്തൊക്കെ തേജസ്സായിട്ടാണ് കണ്ടത്. ക്രിസ്തു മറുരൂപമലയിൽ തേജസ് ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ തേജസ്സുള്ള ക്രിസ്തുവിനെ പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടിട്ട് പത്രോസ് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. തേജോമയനായ ദൈവം. ഇനി ദൈവത്തിന്റെ ദൂതന്മാര് നാം ആത്മമണ്ഡലത്തിൽ കാണുന്ന സമയത്തിലും ദൈവത്തിന്റെ ആലോചനയ്ക്കായി ദൂതന്മാര് നമ്മുടെ അടുക്കൽ വരുമ്പോഴും തേജസ് പ്രകാശമുള്ളവരായിട്ടാണ് കാണുന്നത്. അത്തരത്തിൽ പുതിയ നിയമത്തിൽ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പേടിയും കൂടാതെ പറയും, ഇന്നും ദൈവത്തിന്റെ ദൂതന്മാർ ദൂതറിയിക്കാൻ പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഞാനിത് ഉറപ്പിച്ചു പറഞ്ഞത് 2024 4 പ്രാവശ്യം എൻ്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ പ്രകാശമായി ഇറങ്ങി വന്നതിനോട് സംസാരിച്ചത് അനുഭവിച്ച ആളാണ്. പലരും ഇന്ന് ചിന്തിക്കുന്നത് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയാൻ ഇറങ്ങിയ ദൂതനെ എനിക്ക് പ്രസംഗിക്കാനുള്ളതാണ്, പത്മോസിൽ ഇറങ്ങിയ ദൂതനെ എനിക്ക് യോഹന്നാന്റെ അടുക്ക വന്നെന്ന് പ്രസംഗിക്കാനുള്ളതാണ്, ദാനിയേലിന്റെ അടുക്ക വന്ന ദൂതനെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കാനുള്ളതാണ്. അല്ലല്ലല്ല. പൗലോസിനോട് ചോദിച്ചു നോക്കിയേ, പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ നിന്റെ അടുക്കൽ ദൂത് പറയാൻ വരുന്നത് ഈ കാലത്ത് ഒരു പ്രവാചകനല്ല, ദൈവത്തിന്റെ ദൂതൻ ഇന്നും ദൂത് പറയാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും. തെളിവെന്ന പൗലോസിന്റെ അടുക്കൽ ഒരു മനുഷ്യ പ്രവാചകൻ തന്റെ അരക്കച്ച എടുത്ത് തന്റെ ശരീരത്തെ ചുറ്റിയിട്ട് അഗബോസ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമ നാളെ ആ യെരുശലേമിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരും, ബന്ധിക്കപ്പെടേണ്ടി വരും. ഉടനെ പൗലോസ് പറഞ്ഞു, അതെന്റെ അരക്കച്ചയാണ്. സ്തോത്രം. ഞാൻ യെരുശലേമിൽ കഷ്ടം അനുഭവിക്കാൻ മാത്രമല്ല മരിക്കാനും കൂടെ തയ്യാറാന്ന് പറഞ്ഞപ്പോ ദൈവത്തിന് മനസ്സിലായി, ഇനി ഇവന്റെ അടുക്കലോട്ടെ പ്രാർത്ഥിച്ച് ക്വാളിറ്റിയിൽ നിൽക്കുന്ന നിലവിൽ വെളിപ്പാടിൽ നിൽക്കുന്ന ഈ മനുഷ്യന്റെ അടുക്കൽ മനുഷ്യപ്രവാചകന്റെ പ്രവചന ദൂതല്ല ആവശ്യം. അടുത്ത ദിവസം അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. പൗലോസ് ശാന്തമായി പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ കപ്പലിൽ ദൈവത്തിന്റെ കർത്താവിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞു, നിന്നെ റോമിൽ കൈസരുടെ മുമ്പാകെ നിർത്തും. അത് പൗലോസിന്റെ അടുക്കൽ മാത്രമല്ല, നീ വിശുദ്ധിയോടെ ജീവിച്ച് നിന്റെ മുറിയിലിരുന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി, സ്വർഗീയ അനുഭവങ്ങൾക്ക് വേണ്ടി, ഭൂമിയിലെ വീട് കിട്ടണേ വണ്ടി കിട്ടണേ എന്നല്ല, സ്വർഗീയ അനുഭവങ്ങൾക്ക് വേണ്ടി എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്നെ വിശുദ്ധിയിൽ വർദ്ധിപ്പിക്കണമേ, എന്റെ ആത്മനിറവിലേക്ക് നയിക്കണമേ, എന്നെ കൃപയ്ക്ക് മേൽ കൃപയുള്ള ആളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ദൈനംദിനം പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ, ഹൃദയത്തെ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ, ആ വ്യക്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന റൂമിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും എന്ന് പറയാൻ എനിക്ക് ഭയമില്ല. ആരൊക്കെ എതിർത്താലും ഞാൻ ഒരു ഒച്ചത്തിൽ പറയും. കാരണം എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പറയണം, എങ്ങനെ ചുവട് വെക്കണമെന്ന്. ഇന്നും ദൈവം ദൂതന് സുവിശേഷം അറിയിക്കാൻ അവകാശമില്ല, പക്ഷെ ഇന്നും സഭയോട് ചേർന്ന് ദൂതനെ ശുശ്രൂഷ ചെയ്യാൻ അവകാശമുണ്ട്. ഞാനും നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൂതൻ ഇറങ്ങി നിൽക്കും. ആരുടെ? എല്ലാവരുടെയും കൂടെ ഇല്ല. നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരാൾക്ക് 2 ദൂതനുണ്ടെന്നൊക്കെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പറയും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് 2 ദൂതനുണ്ട്. എന്നാൽ ശരിയാം വണ്ണം ഉള്ള ഭാഷ പഠിക്കുമ്പോൾ എബ്രായ ഭാഷയിലും ഇംഗ്ലീഷിലെ തനതായ ഭാഷയിലും ബൈബിൾ നോക്കുമ്പോൾ എബ്രായ ലേഖനത്തിലെ ആ പദത്തിൽ എഴുതിയിരിക്കുന്നത് ആരുടെ അടുക്കലാണ് ദൂതൻ വരുന്നത്, ആർക്കാണ് ദൂതൻ കാവൽ നിൽക്കുന്നത്? എല്ലാവരുടെയും അടുക്കലല്ല, മറിച്ച് രക്ഷ ഉറപ്പാക്കിയവർക്ക് സേവകാത്മാക്കളായിരിക്കും ദൂതന്മാർ. രക്ഷ ഉറപ്പാക്കിയവർ എന്ന് പറഞ്ഞാൽ കർത്താവ് ഉറപ്പ് കൊടുക്കണം, ജീവിതം കൊണ്ട് ഞാൻ നിത്യതയിലെത്തും, അതിനുവേണ്ടിയാണ് എൻ്റെ ലക്ഷ്യം, അതിന് ലോകം വെറുക്കാൻ ഞാൻ തയ്യാറാണ്. ലോകത്തിലെ പലതും എനിക്ക് നഷ്ടമായാലും എനിക്ക് കർത്താവിന് മതി, നിത്യത മതി, കർത്താവിന്റെ സ്നേഹം മതി എന്ന് പറഞ്ഞ് സ്വത്രം സമർപ്പിച്ച് രക്ഷയുടെ 3-ാം ഘട്ടം എന്ന തേജസ്സിന് വേണ്ടി ഉറപ്പിക്കപ്പെട്ടവരുടെ അടുക്കാണ് ദൂതൻ ഇറങ്ങി വരുന്നത്. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ കേവലം ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് മുൻപോട്ട് എങ്ങനെ പോകണം തീരുമാനിക്കുകയല്ല. ഏതെല്ലാം ക്ലേശങ്ങളും കഷ്ടങ്ങളും
പ്രതികൂലങ്ങളും മരണകരമായത് വന്നാലും ഞാൻ കർത്താവിന്റെ സന്നിധി ചെല്ലുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഉറപ്പിക്കുന്നു എന്ന് തീരുമാനമെടുക്കുന്നവർക്ക് ദൈവത്തിന്റെ ദൂതന്മാരുടെ പരിപാലനം ഉണ്ടാകും. അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ ദൂത് പറയാൻ ഇറങ്ങി വരും. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നീ നിന്നെ തന്നെ താഴ്ത്തി, നിന്റെ കയ്യിലിരിപ്പുകൾ പലതും നിസ്സാരമെന്ന് പറയുന്ന മാറ്റിവെച്ചിട്ട് ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് ഇടപെടാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വ്യക്തമായ ഇടപെടൽ നിന്റെ പ്രാർത്ഥനാ റൂമിൽ ഇറങ്ങി വരും. പക്ഷേ ഒരു കാര്യം, മുറിവേൽക്കും, കഷ്ടം അനുഭവിക്കേണ്ടി വരും. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നാം നമ്മുടെ മേൽ നമ്മുടെ പാപം അവന്റെ മേൽ ആക്കിയെന്നുണ്ടല്ലോ. അതുപോലെ പല തെറ്റുകളും നമ്മുടെ മേൽ ചാർത്തപ്പെടും. നാം മുറിവേൽക്കും, നാം വേദനിക്കപ്പെടും, നാം ഒറ്റപ്പെടും, തകർക്കപ്പെടും. അങ്ങനെ തകർക്കപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം ഇറങ്ങി വരും. ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പല സ്ഥലങ്ങളിലിരിക്കുന്ന നിങ്ങളുടെ വീടിന്റെ മുറിയിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ കരുത്തുറ്റ കരം ഇന്ന് രാത്രി തന്നെ ഇറങ്ങി വന്ന് നിങ്ങളെ തൊടുവാൻ, നിങ്ങളെ സ്പർശിക്കുവാൻ മതിയാകുന്നതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭൗതികമായുള്ള ആവേശ പ്രാർത്ഥനകൾ നിർത്തിയിട്ട് സ്വർഗീയമായ അനുഭവങ്ങൾ പ്രാപിക്കാൻ, നിത്യതയെക്കുറിച്ചുള്ള ആഴങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂടുതലായി ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ, ഉയരത്തിലുള്ളത് ചിന്തിച്ചാൽ, ഉയരത്തിലുള്ളത് അന്വേഷിച്ചാൽ ദൈവത്തിന്റെ വലിയ എൻകൗണ്ടറുകൾ നമ്മുടെ മുറിയിൽ നമ്മൾ ഇരിക്കുന്നിടത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനൊന്നാമത് വേണ്ടത് അടുത്തത് ദൈവസ്നേഹമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. ദൈവസ്നേഹം, ആ സ്നേഹത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുന്നു, ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആഴമേറിയ ഹൃദയ പരിച്ഛേദനയോടുകൂടെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. ശീലോവിലെ ആലയം പോലെ നിങ്ങളുടെ ആലയം എന്ന മന്ദിരം ശരീരമാകരുത്, നിങ്ങളുടെ ജീവിതമാകരുത്. പുതിയ നിയമത്തിൽ കൈകൊണ്ട് തീർത്തൊരാലയം ഇല്ല, അക്ഷരീയമായ കെട്ടിടമില്ല, നമുക്ക് കൂടി വരാനുള്ള ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആത്മാവ് വസിക്കുന്ന ആലയമായ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നാം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചാൽ ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടാകും. അതിൻ്റെ അകത്ത് ആദ്യം വേണ്ടത് ദൈവസ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്ന് പൗലോസ് പറയാനുള്ള കാരണം പറഞ്ഞപ്പോൾ ചില ആഴമേറിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിടെ വിട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാമത് നഗ്നത എന്നാണ് പാപം ചെയ്ത മനുഷ്യൻ പറഞ്ഞു. ഞാൻ നഗ്നനാകയാൽ ഭയപ്പെട്ടു. രണ്ടാമത് ഭയം. മൂന്ന് ഒളിച്ചിരിക്കുന്നു. നഗ്നത, ഭയം, ഒളിച്ചിരിക്കും. ദൈവത്തിന്റെ രൂപം പഴയ നിമിത്തി തേജസ് മാറിയ മനുഷ്യൻ നഗ്നനായെങ്കിൽ, യോഹന്നാന്റെ ലേഖനം പഠിക്കുമ്പോൾ പുതിയ നിയമം എന്താണ് ദൈവത്തിന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനവും അടിവരയിട്ട് പറയുന്നു, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ രൂപം അവതരിപ്പിക്കുന്നതിനെയാണ് ദൈവം സ്നേഹമാകുന്നു. അത് വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിവുള്ളവരായതുകൊണ്ടും നന്നായി വചനം പഠിപ്പിക്കുന്ന ദൈവദാസൻ നിങ്ങളെ പഠിപ്പിക്കുന്നുകൊണ്ടും ഞാൻ എല്ലാ വാക്യങ്ങളും എടുത്ത് വായിപ്പിക്കുന്നില്ല. യോഹന്നാന്റെ ലേഖനവും വളരെ കൃത്യമായി പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. അടുത്തത് അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹം തന്നെ. അങ്ങനെയെങ്കിൽ സ്തോത്രം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പഴയ നിയമത്തിൽ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ നഗ്നനായെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവസ്നേഹം എപ്പോഴും ഒരാൾ നഷ്ടപ്പെടുവോ അവൻ നഗ്നനാണ്, നഗ്നയാണ്. സ്തോത്രം. എന്ന് വെച്ചാൽ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന് പൗലോസ് പറയാൻ കാരണം, ഏതനിൽ തേജസ് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആദാമിനും ഔവായിക്കും നഗ്നമായ അനുഭവമാണെങ്കിൽ, പുതിയ നിയമസഭയാ തോട്ടത്തിന്റെ അകത്തെ ദൈവസ്നേഹം നഷ്ടപ്പെട്ടവർ പൂർണ്ണമായും നഗ്നരാണെന്നുള്ള കാര്യം മറക്കരുത്. അതാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു. ലവോദിക്ക സഭയുടെ കുറവ് വെളിപ്പെടുത്തുമ്പോൾ അതിലൊന്ന് നഗ്നതയാണ്. നഗ്നത. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14 മുതൽ ഒന്ന് വായിക്കാം. 3:14 മുതൽ. ലവോദിക്കയിലുള്ള സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല.
ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മിണ്ണു കളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും. അതിൽ ചില കാര്യങ്ങൾ നിരത്തി പറയുന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം എടുത്തു പറയാം. നഗ്നത. നഗ്നത. പുതിയ നിയമസഭയിൽ 5000ന്റെ വില കൂടിയ ബ്രാൻഡഡ് ഷർട്ടോ 10,000ന്റെ പാൻറ്റോ 2000ന്റെ ബെൽറ്റോ 1000ന്റെ ടൈയോ കെട്ടിക്കൊണ്ട് വന്നാൽ അവൻ ശരീരം കൊണ്ട് നഗ്നത പറയുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിലുള്ള നഗ്നത മറയണമെങ്കിൽ അവൻ ദൈവസ്നേഹമില്ലാത്തവൻ വസ്ത്രമില്ലാത്ത ഒരാളെ പോലാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. എത്ര കോടീശ്വരനായാലും എന്തെല്ലാം ജീവിതത്തിലുണ്ടായാലും വിലയേറിയ വസ്ത്രം ധരിച്ചു വന്നാലും അടുത്തിരിക്കുന്ന ആളോടെ തുറന്ന ഹൃദയത്തോടെ ദൈവസ്നേഹത്തിൽ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, സ്വത്രം ഉയർന്നവനോ താണവനോ ആയിട്ട് സമൂഹം കാണുന്ന ആരുമായിക്കൊള്ളട്ടെ, പരസ്പരം ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നീ എത്ര വിലയേറിയ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാലും നീ നഗ്നനാണെന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് ദൈവസ്നേഹമില്ലാത്ത ആളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തുണി ഉടുക്കാതെ നടക്കുന്ന ആളാണ്. അതാണ് പൗലോസ് കൊരിന്ത്യർക്ക് പറഞ്ഞേ, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന് പറഞ്ഞാൽ തുണി പോലും ഇല്ലാത്ത ആദാമിനും ഹവ്വായ്ക്കും തുല്യമായി ഇല പറിച്ചു ഉടുത്തിട്ട് വെക്കാത്തവർക്ക് തുല്യമായി 1000ന്റെയും 10,000ന്റെയും വസ്ത്രം ധരിച്ചാലും ദൈവസ്നേഹമില്ലെങ്കിൽ അവൻ നഗ്നനായി തന്നെയാ ദൈവം കാണുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ നിയോഗത്തിൽ പറയാൻ, സഭയിൽ ഇനി തിരിച്ചു വരേണ്ടത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. നാം വരും വരെ മുറുകെ പിടിക്കേണ്ടതുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച രക്ഷ. അടുത്തത് സ്തോത്രം പ്രവൃത്തി. അടുത്തത് സ്നേഹം മുറുകെ പിടിക്കണം. അതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ വിവരിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേദപുസ്തകം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത പദത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തത് വിശ്വാസമാണ്. അടുത്തത് വിശ്വാസം. വിശ്വാസം. കർത്താവ് വരും വരെ മുറുകെ പിടിക്കേണ്ടത് വിശ്വാസം. ഇവിടെ അല്പം കാര്യങ്ങൾ കാര്യമായി പറയേണ്ടതും. മുകളിൽ പറഞ്ഞതൊക്കെ മുറുകെ പിടിക്കണം. പക്ഷേ വിശ്വാസം മുറുകെ പിടിക്കണമെങ്കിൽ വലിയ യുദ്ധം ചെയ്യണം. വിശ്വാസമാണ് നമ്മെ ഇത്ര എത്തിയവരിൽ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് വിശ്വാസമാണ്. എത്ര മുൻപോട്ട് യാത്ര ചെയ്താലും ലക്ഷ്യത്തിലെത്തിക്കുന്നത് വിശ്വാസത്തിന്റെ ബേസിലാണ്. ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസത്തിന്റെ ബേസിലാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. മതി. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അടുത്തത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത്. ഒന്നാമത് ദൈവത്തെ വിശ്വസിക്കണം. വിശ്വാസമാണ് മനുഷ്യനെ ദൈവത്തിൽ നിലനിർത്തുന്ന അടുത്ത ഘടകം. സ്തോത്രം. ഇത് ചെറിയതല്ല. വിശ്വാസമാണ് നിന്നെ ശിക്ഷിക്കാനും രക്ഷിക്കാനുള്ള ഇനിയുള്ള പ്രധാന പോയിന്റ്. ഇനി മുൻപോട്ട് ചുവട് വെച്ച് പോകണമെങ്കിൽ ഇവിടെയാണ് തീരുമാനമുണ്ട്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രവൃത്തി വീണ്ടും ജനനത്തിൽ ലഭിക്കുന്ന പോലെ, പുതിയതായി സൃഷ്ടിക്കുമ്പോൾ ലഭിക്കുന്ന പോലെ തന്നെ പുതിയ നിയമം പറയുന്ന വിശ്വാസവും ക്രൂശിൽ കൂടെ രക്ഷിക്കപ്പെടുമ്പോൾ
നമുക്ക് ലഭിക്കുന്ന വിശ്വാസം, അത് യഹൂദനായാലും യവനനായാലും ആരായാലും രക്ഷിക്കപ്പെടുന്നവനിൽ ദൈവം ഏൽപ്പിക്കുകയാണ് വിശ്വാസം എന്ന് കാണാൻ കഴിയുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ. അപ്പോൾ പത്രോസും കൂട്ടരുമൊക്കെ ക്രിസ്തുവിനെ അനുഗമിച്ചപ്പോൾ അവർക്ക് ദൈവവിശ്വാസം ലഭിച്ചു എന്ന് പറഞ്ഞ പോലെ ജാതികളിലേക്ക് ചെന്നപ്പോൾ അവർക്കും വിശ്വാസം ലഭിച്ചു. പത്രോസ് അതിനെക്കുറിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ വിശ്വാസം കർത്താവിലേക്കാകുമ്പോൾ ലഭിച്ചതാണ്, അല്ലാതെ ലോകവിശ്വാസമല്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വിശ്വാസമുണ്ട്, അത് വിശുദ്ധ വിശ്വാസമല്ല, ദൈവസഭയിൽ കണക്റ്റാകുന്ന വിശ്വാസമല്ല. ഇന്ന് കൂടുതൽ ഉപദേശിമാരും പ്രസംഗിക്കുന്നത് ലോകവിശ്വാസമാണ്, പരസ്യത്തിലെ വിശ്വാസമാണ്. പരസ്യത്തിലെ വിശ്വാസം എന്നാ? വിശ്വാസമല്ലേ എല്ലാം എന്ന് പറയുന്ന വിശ്വാസമാണ് നമ്മുടെ പല നൂജം പാസ്റ്റർമാരും പ്രസംഗിച്ച്. വിശ്വസിച്ചോ അത് കിട്ടും, വിശ്വസിച്ചോ ഇപ്പൊ അവിടെ പോകും, വിശ്വസിച്ചോ അത് കിട്ടും. സത്യത്തിൽ ജനത്തെ മുഴുവൻ മറ്റൊരു വിശ്വാസ പദ്ധതിയിലേക്ക് തിരിച്ചുവിടുക. ബൈബിൾ പറയുന്ന വിശ്വാസമൊന്നും ഇവർ പറയുന്ന വിശ്വാസമല്ല. ബൈബിൾ പറയുന്ന വിശ്വാസവും ബൈബിളിലെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ വിശ്വസിച്ചത് കണ്ടകടച്ചാണിയല്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണെന്ന് എബ്രായ ലേഖനം പറയുന്നെങ്കിൽ അബ്രഹാം കണ്ടകടച്ചാണി വിശ്വസിച്ചല്ല, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ഇസഹാക്കിനെ കിട്ടുമെന്നല്ല വിശ്വസിച്ചത്, അബ്രഹാം ദൈവത്തിലാണ് വിശ്വസിച്ചത്. എനിക്ക് ഞാൻ രോഗശാന്തി അംഗീകരിക്കുന്ന ആളാണ്, പക്ഷേ രോഗം സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രോഗം സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെങ്ങനെയാ? രോഗം സൗഖ്യമാക്കുന്നവനെ എനിക്ക് വിശ്വാസമാണ്. അവന് താല്പര്യമുണ്ട് എന്നെ സൗഖ്യമാക്കും, അവന് താല്പര്യമില്ല എൻ്റെ രോഗത്തോടു കൂടെ എന്നെ കൊണ്ടുപോകാൻ അയച്ചിരിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഈ വണ്ടിയിൽ എന്നെ അവൻ തിരിച്ചു വിളിക്കും, ഞാൻ അവൻ്റെ സന്നിധിയിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരത്തിൽ വിശ്വാസമില്ല, സകല വിഷയവും പരിഹരിക്കുന്ന ദൈവത്തെയാണ് എനിക്ക് വിശ്വാസി. പക്ഷെ ഇന്ന് പ്രസംഗിച്ച് നമ്മുടെ PG അങ്കിള് വരെ മനുഷ്യനെ തിരിച്ച് അത് കിട്ടുമെന്ന് വിശ്വസിച്ച് ആ വീട് കിട്ടും, വിശ്വസിച്ച് ആ വണ്ടി കിട്ടും. യോങ്ങിച്ചോടെ പുസ്തകം ഏറ്റവും വലിയ അപകടമാണ്. യോങ്ങിച്ചോടെ പുസ്തകം വിശ്വാസത്തിന്റെ താക്കോൽ എന്നൊക്കെ പുസ്തകം വായിച്ചാൽ ബൈബിളിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇനി എന്നാ പറഞ്ഞാലും എനിക്ക് അത് വിഷയമല്ല. ബൈബിളിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. അവരൊക്കെ പറയുന്ന വിശ്വാസം, നിങ്ങൾക്കൊരു മേശ വേണമെങ്കിൽ വിശ്വാസം ഗർഭം ധരിക്കണം, ഉദരത്തിൽ മേശ ഗർഭം ധരിക്കണം, വന്നിട്ട് അത് പ്രസവിക്കപ്പെടും. ചുമ്മാതാ, അങ്ങനെയൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. കടകടച്ചാണിയെല്ലാം ഗർഭം ധരിക്കണമെന്നൊന്നും, വിശ്വാസത്തിന്റെ ഉദരത്തിൽ ഗർഭം ധരിക്കണമെന്നൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. അകത്തിരിക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തു മാത്രമാണ്. ലോകത്തിൽ കണ്ട ചപ്പും ചവറും എല്ലാം അകത്തെ ഗർഭം ധരിക്കേണ്ട ആവശ്യമൊന്നും ഒരു ദൈവവൈതലിനില്ല. മറിച്ച് അവന്റെ അകം മുഴുവൻ അവൻ ഇവിടെ പാർത്താലും അവൻ എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അവൻ നോക്കി കാത്തിരിക്കും. സ്തോത്രം. അതാണ് അവന്റെ അകം മുഴുവൻ. അവന്റെ അകം മുഴുവൻ ഈ ഭൂമിയിലെ ഒന്നുമല്ല, വരാനിരിക്കുന്ന തേജസ്സിന്റെ നിത്യഘനമാണ് ഒരു ദൈവവൈതലിന്റെ അകത്ത്. ഒരിക്കലും മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, വഴക്കില്ലാത്ത, യുദ്ധമില്ലാത്ത ആ നിത്യ വീടിനെ കുറിച്ചാണ് അവന്റെ അകം മുഴുവൻ നിറഞ്ഞിരിക്കേണ്ടത്. കസേരയും കട്ടിലും കാശും മേശയും ഒന്നുമല്ല. ഭൂമിയിൽ ഒരു വീട് താമസിക്കാനുള്ള തെറ്റൊന്നുമല്ല. അല്പം പൈസ കയ്യിരിക്കുന്നത് പാപമൊന്നുമല്ല. അതൊക്കെ ദൈവം തരുന്ന പരിജ്ഞാനത്തിൽ മാത്രം ഉപയോഗിക്കണം. ദൈവരാജ്യത്തിനും കഷ്ടം അനുഭവിക്കുന്നവനും പ്രയോജനപ്പെടണം. സ്തോത്രം. നല്ലൊരു വീട്ടിൽ താമസിക്കുന്നവനെല്ലാം നരകത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്. അല്പം പൈസ കയ്യിലിരുന്നാൽ നരകത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്. അതെല്ലാം വെച്ചുകൊണ്ട് കോടീശ്വരനാകാനും വിഗ്രഹാരാധിയാകാനും ഏറ്റവും വലിയ വിഗ്രഹാരാധന ക്ഷേത്രത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ കുരിശിന്റെ മുമ്പിൽ നിൽക്കുന്നതല്ല. അത്യാഗ്രഹം എന്ന വിഗ്രഹാരാധന കിട്ടിയിട്ട് പോരാ. 1000 കിട്ടുമ്പോ 2000 ആക്കണം എന്നുള്ള ആവേശം. നീ ക്ഷേത്രത്തിൽ പോകണ്ട,
നിന്റെ ശരീരം തന്നെ വലിയൊരു വിഗ്രഹത്തിന്റെ കൂടായി മാറുന്നെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളതിൽ തൃപ്തരായാൽ, അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ ദൈവം നമ്മെ നടത്തും. അത്രയേ ഉള്ളൂ. ഉള്ളതിൽ തൃപ്തിയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. നാളെ എന്തൊക്കെ വേണം ദൈവത്തിനറിയാം. തക്ക സമയത്തെ വേണ്ടതൊക്കെ നമുക്ക് നൽകി തന്ന് കരുതാൻ ദൈവം മതിയാകുന്നവനാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കൂടുതലായി നമ്മുടെ അകത്ത് നിറയേണ്ടത് വിലയേറിയ വിശ്വാസം സ്വർഗീയമായതാണ് നമ്മുടെ അകത്ത് നിറയേണ്ടത്. പത്രോസ് പറയാ, എനിക്ക് ലഭിച്ച വിശ്വാസം എന്ന് പറയുമ്പോൾ യൂദ ആ വിശ്വാസത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിധി നിർണയിക്കുന്നത്, നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കുന്നത് വിശ്വാസത്തിന്റെ ബേസിക് ആണെന്ന് യൂദായുടെ ലേഖനം വ്യക്തമായി പറയും. 3-ാം വാക്യം മുതൽ വായിക്കാം. 3-ാം വാക്യം, യൂദ 3. നമ്മുടെ പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. മതി, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. അപ്പൊ ഭരമേൽപ്പിച്ച വിശ്വാസം, ലഭിച്ച വിശ്വാസം എന്ന് പറയും. ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് യൂദ പറയാ. ഇത് ലഭിച്ച വിശ്വാസം എന്ന് പത്രോസ് പറയുമ്പോൾ യൂദ പറയാ ഭരമേൽപ്പിച്ച വിശ്വാസം. ലഭിച്ചു, ഭരമേൽപ്പിച്ചു. യൂദ ഇച്ചിരിയുടെ ഗൗരവമായിട്ടാ പറഞ്ഞത്. പത്രോസ് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ആധികാരിക പദം പറയുന്നില്ല, ലഭിച്ചു എന്ന് പറയുന്നു. പക്ഷെ യൂദ അതിനെ ഗൗരവമാക്കി പറയാണ് ഭരമേൽപ്പിച്ചു എന്ന് വെച്ചാൽ ഒരാൾ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. വരും വരെ പിടിച്ചുകൊള്ളേണ്ടതും യുദ്ധം ചെയ്ത് നിലനിർത്തേണ്ടതുമാണ് കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ച വിശ്വാസം. അതിനുവേണ്ടി പോരാടണം. ഇല്ലെങ്കിലോ നമ്മുടെ വിധി നിർണയിക്കുന്നത്, നമ്മൾ എന്തായി തീരുമെന്ന് നിർണയിക്കുന്നത് വിശ്വാസമാണെന്ന് പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് യൂദ 5-ൽ പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവിടെയാണ് അതിന്റെ വിധി നിർണയം കിടക്കുന്നത്. 5 പുതിയ നിയമസഭയെ ഓർമ്മിപ്പിക്കുക. 5-ാം വാക്യം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. വിശ്വസിക്കാത്തവനെ പിന്നത്തേതിൽ നശിപ്പിച്ചു. സ്തോത്രം. വിശ്വസിക്കാത്തവനെ നശിപ്പിച്ചു. വിശ്വസിക്കാത്തവനെ പിന്നത്തേതിൽ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ, യാത്രയുടെ തുടക്കത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അതിന് വിശ്വാസത്താൽ യാത്ര ചെയ്തു. വിശ്വാസത്താൽ അവർ ചെങ്കടൽ മുറിച്ചു. വിശ്വാസത്താൽ എന്ന് പറയുന്നുണ്ട്, എബ്രായ ലേഖനം എടുത്തു വന്നുണ്ട്. വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കിടക്കുമ്പോൾ എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് എബ്രായ ലേഖനം പറയുന്നത്. ഓരോ യുദ്ധത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം അല്പം കഴിഞ്ഞപ്പോൾ പ്രതികൂലത്തിന്റെ മരുഭൂമി യാത്രയിൽ അവര് നഷ്ടപ്പെട്ടു പോയി. അവരെ മരുഭൂമിയിൽ ദൈവം ശിക്ഷിച്ച് നശിപ്പിച്ചു കളഞ്ഞത് അവരുടെ അവിശ്വാസമാണെന്നാ പറയുന്നത്. നിങ്ങളിൽ ആരംഭിച്ച വിശ്വാസം അവൻ വരും വരെ പിടിച്ചുകൊള്ളുന്നില്ലെങ്കിൽ വിശ്വാസം മാത്രം നഷ്ടപ്പെടുകയല്ല, നിങ്ങളും യാത്രക്കിറങ്ങി തിരിച്ചതും ചോരത്തളി ആചരിച്ചതും ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ മുറിഞ്ഞതും മന്ന തിന്നതുമൊക്കെ വെറുതെ ആയിപ്പോകും. ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ യൂദ ആധികാരികമായി വിശ്വാസത്തെ ഒന്നും കൂടി ഉറപ്പിക്കുന്നുണ്ട്. 19-ാം വാക്യം മുതൽ 20-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ആധികാരികത ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. 20-ാം വാക്യം വായിക്കാൻ പെട്ടെന്ന്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. വേദപുസ്തകത്തിൽ അതിവിശുദ്ധി എന്നൊരു പദം ഉണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമാണ്. വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ആ പദം വന്നിരിക്കുന്നത്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നിങ്ങളുടെ പാട്ടിനെ ആധാരമാക്കിയല്ല, നിങ്ങളുടെ പ്രസംഗത്തെ ആധാരമാക്കിയല്ല, നിങ്ങളുടെ കയ്യടി ആധാരമാക്കിയല്ല, നിങ്ങളുടെ തുള്ളലിനെ ആധാരമാക്കിയല്ല, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ടാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസം അവൻ വരും വരെ പിടിച്ചുകൊള്ളണമെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. വെളിപ്പാട് പുസ്തകം പറയുകയാണ്. സ്തോത്രം. ഈ വിശ്വാസം പിടിച്ചുകൊള്ളണം, വരും വരെ നാം പിടിച്ചുകൊള്ളണം. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
ആമേ. അടുത്തത് നമുക്ക് പറയേണ്ട ഒരു സംഗതിയുണ്ട്. ആമേ, സ്തോത്രം. 19-ാമത്തെ വാക്യത്തിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി അടുത്ത ഭാഗം ശുശ്രൂഷ. ആമേ. 19-ാം വാക്യം യൂദാ 2:19 പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം. അടുത്തത് നിന്റെ ശുശ്രൂഷ. ഇവിടെ ശുശ്രൂഷ എന്ന് പറയുന്നത് പൊതുവിൽ ഒരു സഭയോടാ പറയും. ഈ പറയുന്ന ശുശ്രൂഷ ഒരു വ്യക്തിയുടെ ശുശ്രൂഷയല്ല, സഭയെ കുറിച്ചാണ് പറയും. സഭയ്ക്ക് ശുശ്രൂഷകനുണ്ട്, ഇടയൻ ആക്കി വെച്ചിരിക്കുന്ന അപ്പോസ്തലൻ, ഇടയൻ, അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അവര് ശുശ്രൂഷ ഇല്ല. പക്ഷേ ഇവിടെ പറയുന്ന ശുശ്രൂഷ അങ്ങനെ ഒരു വ്യക്തിയായി തിരിച്ചുള്ള ശുശ്രൂഷയല്ല. ഒരു സഭയ്ക്കൊരു ശുശ്രൂഷയുണ്ട് ലോകത്തിൽ. അതെ, ഇന്ന് സഭ ലോകത്തെ ശുശ്രൂഷിക്കുന്നില്ല. എന്തിനാ? നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും പ്രസംഗത്തിൽ മറന്നു പോവുകയാണ് ഉപദേശിമാർ. ഏറിയവങ്ങ് ഉപദേശിമാരും ഇന്ന് വിചാരിച്ചിരിക്കുന്നത് രാവിലെ ആകുമ്പോൾ നല്ലൊരു പാൻറ്റും, തേച്ച പാൻറ്റും, നല്ല ഒരു ഷർട്ടും, അല്ലെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ നല്ലൊരു വെള്ളമുണ്ടും നല്ലൊരു വെള്ള ഷർട്ടും ഇട്ട് കൈയും മടക്കി വെച്ചൊരു ബൈബിളും പിടിച്ച് പ്രസംഗിക്കാൻ പോകുന്ന ശുശ്രൂഷ എന്ന് നമുക്ക് തോന്നും. പക്ഷേ സഭ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല, സഭ എന്ന കൂട്ടം, സഭ. ആ സഭ ദേശത്തെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ദേശത്തിന് സഭയുടെ ശുശ്രൂഷ കിട്ടുന്നില്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയും. നമ്മുടെ അയലോക്കത്ത് ഒരു വേശ്യാസ്ത്രീ താമസിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാം, അവള് മോശമായി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവളെ കർത്താവ് ഇവിടെ നിന്ന് തട്ടിക്കളയണേ, അവളെ അടുത്ത ദിവസം അവളെ പോലീസ് വെക്കണേ, അവളെ തകർക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, എത്ര പേര് കരയാറുണ്ട്? ഒരു സഭ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ ഗ്രാമത്തിൽ ഒരു വേശ്യാസ്ത്രീ ഉണ്ടെങ്കിൽ അവളെ കർത്താവെ വിടിവിക്കണേ, അവളുടെ പാപ സ്വഭാവത്തിൽ നിന്ന് അവളെ തിരിച്ച് സഭയ്ക്കകത്ത് കയറ്റണേ എന്നെത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? നമ്മുടെ ദേഹത്തും അല്പം പൊടി പറ്റുന്ന വർത്തമാനം നിന്നെ കേൾക്കേണ്ടി വരും. അത് സഹിക്കാൻ മനസ്സില്ലാത്തവർ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. ഒരു മോശപ്പെട്ട ആളെ രക്ഷിക്കപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒത്തിരി കനത്ത വില കൊടുക്കേണ്ടത്. എൻ്റെ വീടിനും എനിക്കും അനുഭവമുണ്ട്. ഞാൻ പരോളിനിറങ്ങി വീട്ടുകാരിറക്കി വിട്ട പഞ്ചലോക വിഗ്രഹം മോഷ്ടിച്ച, ക്ഷേത്രത്തിൽ കയറി മോഷ്ടിച്ച ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തെ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ താമസിപ്പിച്ചു, സുവിശേഷം അറിയിച്ചു. എൻ്റെ കൂടെ യോഗത്തിന് കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹിതന്മാരായ പാസ്റ്റർമാർ ഭയങ്കര പ്രശ്നമായി. എപ്പോഴാ പോലീസ് വരുമെന്ന് അറിയാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നം ഉണ്ടാകും, നിങ്ങളും അകത്തു പോകും, ഈ മോഷ്ടാവിനെ കൊണ്ട് താമസിപ്പിച്ച അതാകും, എൻ്റെ ഫാദറിനെ പറഞ്ഞിളക്കി, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പ്രയാസമുണ്ടാകും. അപ്പോൾ നമ്മുടെ ദേഹത്ത് ചെളി പറ്റാൻ നമുക്ക് താല്പര്യമില്ല. കർത്താവ് ക്രൂശ് എടുത്താലും നമ്മൾ ക്രൂശ് എടുക്കാൻ തയ്യാറല്ല. നമ്മൾ പറയുന്ന ആ തടി കർത്താവ് എടുത്ത പോലെ നമ്മളൊന്നും എടുക്കണ്ട. പലരുടെയും പാപം നമ്മുടെ മേലാക്കപ്പെടും. നമ്മൾ നമ്മൾ പാപം ചെയ്യാതിരുന്നാൽ മതി. അതും കൂടെ സഹിക്കാൻ മനസ്സുണ്ടെങ്കിലേ അനേകം രക്ഷിക്കാൻ മനസ്സുണ്ട്. ഞാൻ അവനെ വിട്ടില്ല, ഒത്തിരി പ്രയാസം എനിക്കുണ്ടായി. പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമാണ്. ഇന്ന് പലരും തിരിഞ്ഞു പറയാൻ തുടങ്ങി. അന്ന് ജോപ്പാസ് അവനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് അവൻ ഇന്ന് നല്ലൊരു ദൈവമകനായി, ഇന്ന് നല്ലൊരു ജോലി ചെയ്ത് കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കും. ഒരു പാസ്റ്റർ മോളെ ആലോചിച്ച് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് അവൻ ജീവിക്കും. എൻ്റെ പ്രിയരെ, നമ്മളെ ഒരു ട്രാറ്റ് കൊടുത്തിട്ട് പോവുകയല്ല, നമ്മുടെ ജീവിതം തന്നെ ചിലതിനെ നേടാൻ അർപ്പിച്ചു കൊടുക്കേണ്ട. അവൻ ജീവനെ കളയുന്നവന് മാത്രമേ ജീവനെ നേടാൻ പറ്റത്തുള്ളൂ എന്ന് എഴുതിയ വാക്യത്തിൻ്റെ ഒക്കെ അർത്ഥം ഒന്ന് ഉപദേശിമാർ തന്നെ നന്നായി പഠിക്കുന്ന നല്ലതാണ്. സ്തോത്രം. നമ്മളെ പരിജ്ഞാനം എന്ന പദം ഒത്തിരി മുന്നോട്ട് പഠിക്കുന്നുണ്ട്, ആളുകളൊന്നും രക്ഷിക്കപ്പെടുന്നില്ല. പ്രസംഗിക്കാൻ പരിജ്ഞാനം, എല്ലാം പരിജ്ഞാനം. പരിജ്ഞാനം എന്നാന്ന് ഈ പറയുന്ന ആളുകൾക്ക് അറിയത്തില്ല. പ്രസംഗിക്കാൻ ചെന്നാൽ ചോദ്യം പ്രസംഗിപ്പിക്കത്തില്ല. അവിടെ അവരുണ്ട്, ഇവിടെ ഇവരുണ്ട്, അവിടെ അത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പ്രസംഗിച്ചാൽ സ്തോത്രം അവർ തല്ലും, ഇവർ തല്ലും. ഒന്നുമില്ല ദൈവമക്കളെ, നമ്മൾ ആത്മാർത്ഥമായി പറയേണ്ട കാര്യം പറഞ്ഞാൽ. അപ്പൊ കുറച്ച് പേര് പറയുന്ന ആരും ഒന്നും പറയരുത്, നമ്മൾ വൺ സൈഡ് ഒന്നുമല്ല. പൗലോസിനെതിരെയുള്ള കേസ് എന്നാണെന്നറിയോ? ആസിയ മുഴുവൻ അർത്തമീസ് ദേവി ദൈവി അല്ല, കയ്യാൽ തീർത്ത ദൈവമല്ല എന്ന് ആസിയ മുഴുവൻ പരസ്യവും നടത്തി പ്രസംഗിച്ച് അനേകരെ മറിച്ചു കളഞ്ഞു. പൗലോസിന്റെ പേര് കേസുണ്ടായി. പൗലോസ് ഞെട്ടിയില്ല. അവന് അധികാരികളുടെ മുമ്പിൽ പോകേണ്ട വന്നു. അവിടെയും ദൈവപ്രവർത്തി വെളിപ്പെട്ടു.
ഇന്ന് കേസും ഇല്ല, വഴക്കുമില്ല, സുവിശേഷ വേലയും ചെയ്യുന്നില്ല. ആർക്കും ഒരു കുരിശെടുക്കാൻ ഇറങ്ങിയെന്നാ പറയുന്നത്. ആർക്കും കഷ്ടം സഹിക്കാൻ മനസ്സില്ല. ഉടുപ്പഴുതാകുന്നത് ആർക്കും ഇഷ്ടമില്ല. ശുശ്രൂഷയുടെ ആഴം വാചകമടിയല്ല. നമ്മൾ നിന്ദിക്കപ്പെടേണ്ടി വരും, നമ്മൾ തകർക്കപ്പെടേണ്ടി വരും, നമ്മൾ ഒറ്റപ്പെടേണ്ടി വരും. വേലയ്ക്ക് ഇറങ്ങി തിരിച്ചവരോട് പറയാം, ഇവിടെ ഒരു കസേര ഇട്ടിരുന്ന് സൂമിന്റെ അകത്ത് പ്രസംഗിക്കുന്നൊന്നുമല്ല ശുശ്രൂഷ. അതിനപ്പുറത്തെ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി ത്യാഗം സഹിക്കാൻ, ചില വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. നമുക്കൊരു സേഫ്റ്റി സോണിൽ നിൽക്കാനല്ല പരിശുദ്ധാത്മാവ് നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നമ്മെ തന്നെ കർത്താവിന് വേണ്ടി പൂർണ്ണമായി വേർതിരിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് എത്തണം. അങ്ങനെ കൃപയാൽ മുൻപോട്ട് കൊണ്ടുവന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് ആരും പോകില്ല, അവരുമായിട്ട് ആരും സഹകരിക്കത്തില്ല. അവർ മോശമായി ജീവിക്കുന്ന ഒരു സഹോദരിയാണ്. എൻ്റെ ഫാദറും മദറും ഒരു ദിവസം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നു. അവർക്ക് വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവരുടെ വീട്ടിൽ ചെന്നു. അന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. ആ വീട്ടിലേക്ക് എൻ്റെ ഫാദറും മദറും സഭായോഗം കഴിഞ്ഞ് കയറുമ്പോൾ ഞാനും കുഞ്ഞായി, എൻ്റെ സഹോദരിയും കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങള് ഒരു 6 7 8 പഠിക്കുന്ന സമയം, 5 എൻ്റെ സഹോദരി ഉണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനേതാണ്ട് 7 8 പഠിക്കുന്ന സമയം ഞങ്ങളെ കൂട്ടിക്കൊണ്ടാ സഭായം കൊഴിഞ്ഞ് ആ മോശമായ സ്ത്രീ താമസിക്കുന്ന വീട്ടിലേക്ക് എൻ്റെ ഫാദറും മദറും പോകുമ്പോൾ ഞാനും പോയി. ഞാനും മനസ്സുകൊണ്ട് ചോദിച്ചു, എന്തിനാ ഈ വീട്ടിൽ കയറുന്നത്? ആരും ഇഷ്ടമില്ലാത്തൊരു വീട്ടിൽ എന്തിനാ കയറുന്നത്? പക്ഷേ അന്ന് ഞങ്ങൾ ആ വീട്ടിൽ കയറുമ്പോൾ ചുറ്റുമുള്ള അയൽവാസികളെല്ലാം ഞങ്ങളെ നോക്കുക വല്ലാത്ത രീതി. എന്നാൽ അന്ന് അവിടെ കയറി സുവിശേഷം പറയുമ്പോൾ ആ സഹോദരി അരമണിക്കൂറിനകം പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അവരിന്ന് ഞങ്ങളുടെ സഭയിലെ മെമ്പറാണ്. അവരുടെ മക്കൾ ഇന്ന് സുവിശേഷ വേലയിലാണ്. സ്തോത്രം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറെയൊക്കെ നിന്ന് സഹിക്കാൻ തയ്യാറാകാതെ ആരും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരില്ല. വില കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രാറ്റ് കൊടുത്തിട്ട് പോകുന്ന കാര്യമാണോ? ചിലരുടെ തെറ്റുകളൊക്കെ നമ്മുടെ മേൽ ചുമത്തപ്പെട്ടെന്ന് വരാം. അതാണ് കർത്താവ് ചെയ്തത്. നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി, നമ്മുടെ ശിക്ഷകൾ അവന്റെ മേലായി, നമ്മുടെ അതിക്രമങ്ങൾ അവന്റെ മേലായി. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വാചകമടിയല്ല. ഭരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ആധികാരികമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വില കൊടുക്കണം. സ്തോത്രം. എൻ്റെ വീട് കുമരകത്താണ്. കൊയ്ത്തുപാടത്തുകൂടെ റോട്ടിൽ നിന്നിറങ്ങി നെല്ല് പെറുക്കി കൊറിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഭ്രാന്തനെ എൻ്റെ മാതാവും പിതാവും വഴിയിൽ വെച്ച് കണ്ടിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. 2.5 വർഷം ഞാനും ഭ്രാന്തനും ഒരു മുറിയിൽ താമസിച്ചു. അവന് വേണ്ടി പ്രാർത്ഥന വെച്ചു. എൻ്റെ പിതാവും മാതാവും ഉപവസിച്ചു. ആരാന്ന് പോലും അറിയാൻ വയ്യാത്ത വഴിയിൽ കൂടെ നടക്കുന്ന ഒരു ഭ്രാന്തൻ ചെറുപ്പക്കാരൻ, മുടി ജട പിടിച്ച, നഖം വെട്ടാത്ത, കൈകാലുകൾ നഖം വീണ്ടു വളർന്നു നിൽക്കുന്ന മനുഷ്യൻ. അവനെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പനും അമ്മയും എടുത്ത തീരുമാനം ഇതാണ്. അന്ന് ഞങ്ങൾക്കൊരു പശുവാണ് ജീവനമാർഗത്തിനുണ്ടെന്ന്. അതിനെ വിറ്റിട്ട് ഉപവാസം നടത്തി. എന്നിട്ട് എടുത്ത തീരുമാനം, ഇവനെ വിടിവിക്കുന്നിടം വരെ ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ല. 5ാം ദിവസം അത്ഭുതകരമായി അവന്റെ മേലുള്ള ആ ദുരാത്മാവനെ വിട്ടുപോയി. ഇന്ന് അവൻ കല്യാണം കഴിച്ച് വയനാടിന്റെ പ്രദേശത്ത് ആഴപ്പുഴയിൽ നിന്ന് വയനാടിന്റെ പ്രദേശത്ത് ജീവിക്കുന്നു. വില കൊടുത്ത് ശുശ്രൂഷ ചെയ്യേണ്ട സമയം ഒറ്റയ്ക്കല്ല, സഭയും ഒറ്റയ്ക്കിറങ്ങിയവരുമൊക്കെ വാചകമടിയല്ല, കനത്ത വില കൊടുത്ത് ശുശ്രൂഷ ചെയ്യേണ്ട സമയം. ഒരു സേഫ് സോണിൽ കൂടെ സഞ്ചരിക്കുന്ന പരിപാടികൾ അവസാനിക്കണം. വില കൊടുക്കാൻ തയ്യാറായാൽ നമ്മുടെ രാജ്യത്തെ നമ്മൾ കർത്താവിന് വേണ്ടി നേടുവാനിടയായി തീരും. വലിയ ദൈവമഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരുവാനിട തരും. നിന്റെ ശുശ്രൂഷ ഷോ കാണിക്കാനുള്ളതല്ല. ത്യാഗം സഹിച്ച് പൗലോസ് പറഞ്ഞ പോലെ ശേഷിക്കുന്നത് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ക്രൂശ് എടുക്കാൻ തയ്യാറായതുപോലെ സഭ ശുശ്രൂഷയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങണം. വ്യക്തിപരമായി ഇറങ്ങിയവരോടും പരിശുദ്ധാത്മ പറയുന്നു, വ്യക്തമായി സേഫ് സോൺ കണ്ടെത്തി ശുശ്രൂഷിക്കുകയല്ല, വില കൊടുക്കാൻ ത്യാഗം സഹിക്കാൻ തയ്യാറായാൽ ഏത് സ്ഥാനത്തും ദൈവം ഇറങ്ങി വരും. ഒരത്ഭുതം ദൈവം ചെയ്യും. ദൈവപ്രവർത്തി ദൈവം വെളിപ്പെടുത്താനിടയായി തീരും. ശുശ്രൂഷയ്ക്കായി വ്യക്തികളും സഭയും എഫർട്ട് എടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇതെന്ന് പറയാണ്. അവസാനം വരെ അത് നിലനിർത്തണം. ആളുകൾ പലരും ശുശ്രൂഷ തികച്ച് യാത്ര ചെയ്യുമ്പോഴും ദൈവസന്നിധി ചേരുമ്പോഴും ശുശ്രൂഷ ശേഷിക്കുകയാണ്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ മരിക്കുന്നവരെ അവരുടെ മരണം വരെയും ഈ സെക്കരിയാവിനെ പോലെ തന്റെ ശുശ്രൂഷ കാലം തികച്ച് വീട്ടിലേക്ക് പോയതുപോലെ മരണം കഴിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ തികവുറ്റൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ട്
പോകുവാൻ ഇടയാകട്ടെ. വ്യക്തിയാണെങ്കിലും ഇനി സഭയാണെങ്കിലോ ഈ ദിവസങ്ങളിൽ സഭ ഒന്നിച്ച്, ഞാനിപ്പോ കണ്ടുവരുന്നൊരു കാഴ്ചയുണ്ട്. പല വലിയ വലിയ സഭകളിലും യൂത്ത് പ്രോഗ്രാം, ആ പ്രോഗ്രാം, ഈ പ്രോഗ്രാം, പൈസ മുഴുവൻ ശേഖരിച്ചു വെക്കുക. ഒരു സഭ ഇന്നാളെന്ന് ഗമയോടെ പറഞ്ഞ, പേരൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ യൂത്തിന്റെ പൈസ തന്നെ, PYPയുടെ പൈസ തന്നെ 1.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. എന്തിന് കിടക്കുക എന്നൊരു പിടിയില്ല. 1.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ PYPയുടെ സ്വോത്ര കാഴ്ച. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അത് എടുക്കാതെ വെച്ചുകൊണ്ട് കൂട്ടി ഇരിക്കുകയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? സ്വോത്ര. എന്നിട്ട് അകത്തെ പ്രോഗ്രാം നടക്കുക, സമ്മാനം മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, കുഞ്ഞുങ്ങളെ മത്സരിപ്പിക്കുക. ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ കുഞ്ഞുങ്ങളെയുമായിട്ട് പുറത്തിറങ്ങേണ്ട സമയമായി. ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിന്റെ ശുശ്രൂഷ അനുഭവിക്കത്തക്കവണ്ണം അവരെ തിരിച്ചറിവുള്ളവരെ പ്രാപ്തരാക്കുക, അവരെ കൃപയിൽ ഉറപ്പിക്കുക. ഇന്ന് പ്രസംഗിക്കുന്ന ഉപദേശിക്കാർ മുമ്പിലുള്ള കുഞ്ഞുങ്ങളെ പോലും ശ്രദ്ധിക്കാനാണ് വചനം പ്രസംഗിക്കുന്നത്. അവർക്ക് എന്നാ രക്ഷ എന്നാന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ പെന്തിക്കോസ് ഒരു മതമായി തോന്നും. താമസമീന ഞങ്ങളെപ്പോൾ, ഞാനൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. CSI വിട്ട്, മർത്തോമ വിട്ട്, കത്തോലിക്ക വിട്ട്, യാക്കോ വിട്ട് പെന്തിക്കോസി വരാൻ പറയുന്ന പോലെ തന്നെ IPC വിട്ട്, ചർച്ചക്കോട് വിട്ട്, AG വിട്ട്, ശാരോം വിട്ട് പെന്തിക്കോസിൽ വരാൻ പ്രസംഗിക്ക് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങളൊക്കെ. അത്തരം മതങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. വചനമറിയാത്ത തലമുറ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സലിവോടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതെല്ലാം മുറുകെ പിടിക്കുകയും സഭയിലും നമ്മളിലും പ്രാവർത്തിയെത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ട നിർണായക ഘട്ടമാണ്. അടുത്തത് സഹിഷ്ണുതയാണ്. അത് പറയുമ്പോൾ തീരും. സ്വത്രം. ഇവിടുത്തെ സമയം 9 മണിയാണല്ലോ. തീരും. മൂന്നാം ആഴ്ച ലാസ്റ്റ്. സഹിഷ്ണുത നമുക്കില്ലാത്തൊരു കാര്യമാണ്. ഇന്നത്തെ പെന്തിക്കോസുകാർക്കും ഉപദേശിമാർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സഹിഷ്ണുത. സഹിഷ്ണുത എന്നൊരു പദത്തിന്റെ അർത്ഥം പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മളെ തന്നെ ഒരുക്കേണ്ടത്. ക്ഷമയുടെ ഏറ്റവും വലിയ പൂർണ്ണതയാണ് സഹിഷ്ണുത. സഹിഷ്ണുത കൊണ്ട് അത്ര ആവശ്യം. ഒത്തിരി വാക്യങ്ങളുണ്ട്, ദൈവദാസന്മാരൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ ആ ഭാഗം അറിയാം. ലേഖനങ്ങളിലൊക്കെ സഹിഷ്ണുത കൊണ്ട് അത്ര ആവശ്യം. സഭയോട് പറയാ സഹിഷ്ണുത. വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, ലേഖനത്തിലുണ്ട് സഹിഷ്ണുതയെക്കുറിച്ച്. സഹിഷ്ണുത ഇന്നില്ല. സഹിഷ്ണുത ഇല്ലാത്ത എന്നാണെന്നറിയോ? അസാധാരണമായ പുരുഷത്വം ജഡത്തിൽ നിൽക്കുക. ലൗകിക പുരുഷത്വം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സ്വഭാവത്തിലെ പൗരുഷം, ജഡത്തിന്റെ വാശി, പിണക്കം, പക, ദേഷ്യം, ഇതെല്ലാം കാണിക്കുന്നത് സഹിഷ്ണുതയില്ലായ്മയാണ്. സഹിഷ്ണുതയുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സഹിക്കും. പക്ഷെ ഇത് തീരുമാനം എടുത്ത് കഴിയുമ്പോണ്ടല്ലോ, നമ്മുടെ കാലിന്റെ അടി മണ്ണിന്റെ ഇടയിൽ കിടക്കുന്ന വരെ എഴുന്നേറ്റ് നമ്മളോട് ചോദിക്കും, നീ ആരടാന്ന്. ആ വരയോടെ മുമ്പിൽ പോലും കൈ കെട്ടി നിൽക്കുമ്പോഴാണ് നീ സഹിഷ്ണുതയുള്ള ആളാന്ന് മനസ്സിലാക്കുക. സഹിഷ്ണുതയുടെ ഒരു വലിയ കാര്യം സഭ പഠിക്കണം. ഇന്ന് സഹിഷ്ണുതയില്ല. കണ്ടില്ലേ, തെരുവിൽ കിടന്ന് ഈങ്കില വിളിക്കുന്ന കണ്ടില്ലേ പാസ്റ്റർമാര്? അവിടെ എങ്ങാണ്ട് ആരെയും തല്ലിയെന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് സമരം ഉണ്ടാക്കി ജയ് വിളിച്ച് കൃപയിൽ നിന്ന് വീണു പോയ കുറെ എണ്ണം സമരം ഉണ്ടാക്കുക തിരുവനന്തപുരത്ത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നമുക്ക് പ്രതിഷേധിക്കാൻ അവകാശം. ഇവിടെ കുറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പൗലോസ് കൈസരുടെ മുമ്പിൽ അഭയം ചൊല്ലിയതുകൊണ്ട് നമുക്കും അഭയം ചൊല്ലാം. ഇതൊക്കെ പൗലോസ് അഭയം ചൊല്ലി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സാധാരണ ഒരു സ്ഥലത്ത് വെച്ച് സംഭവിച്ചാൽ പൗലോസ് അവിടെ ഒന്ന് ജയ് വിളിച്ചില്ല, ഈങ്കില വിളിച്ചില്ല, സമരം ഉണ്ടാക്കിയില്ല, ആളെ കൂട്ടി ശക്തി പ്രകടനം നടത്തിയില്ല, എല്ലായിടത്തും യോഗം വെച്ചിട്ട് പ്രതിഷേധ മീറ്റിംഗ്. ഇതൊന്നും സഭ ചെയ്യേണ്ട കാര്യമല്ല. സഭയെ ഏൽപ്പിച്ച ദൗത്യം മുൻപോട്ട് ചെയ്തു പോവുക. കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തല്ലും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ പല്ലുവിഷ്ടരാക്കും, നിങ്ങളെ കൊല്ലും. നിങ്ങൾ ദൈവ പൈതലാണെന്നും ലോകക്കാരല്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത്. ഇനി അത് വടക്കേ ഇന്ത്യ മാത്രമല്ല, നല്ല സുന്ദരൻ അടി കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ BJP കേരളം ഭരിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ദൈവം അത് ചെയ്യും. കാരണം കളയും കതിരും തമ്മിൽ തിരിക്കണമെങ്കിൽ, കതിരും പതിരും തമ്മിൽ തിരിക്കണമെങ്കിൽ അവര് ഭരിച്ചാലേ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം അതാ. ഞാൻ BJPക്കാരനുമല്ല, കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, കോൺഗ്രസ്സുകാരനുമല്ല, ഒരു പാർട്ടിയോടും എനിക്ക് താല്പര്യമില്ല. എന്നാൽ കൊയ്ത്തിനു മുമ്പ് കള പറിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ദൈവം നല്ല അടുക്കി തരാൻ സമയമായിട്ടുണ്ട്. കൊയ്ത്തിന് ഫലശേഖരണം, കർത്താവിന്റെ വരവ്. അതിനു മുമ്പ് കള പറിക്കും കർത്താവ്. കള പറിക്കുന്നത് അടി തന്നായിരിക്കും. പ്രവാചകന്മാർ പ്രവചിച്ചിട്ടും ഉപദേഷ്ടക്കന്മാർ ഉപദേശം പറഞ്ഞിട്ടും ദൈവദാസന്മാർ ആലോചന പറഞ്ഞിട്ടും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും വരാത്തൊരു തലമുറയെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കതിരും പതിരും തമ്മിൽ ദൈവം വേർതിരിക്കും. അങ്ങനെ പഴയ നിയമത്തിൽ കണ്ടുവരുന്നെങ്കിൽ അത് ഈ സഭയും കടന്നു പോകും, ഒരു സംശയവുമില്ല. സ്തോത്രം. എങ്ങനെ? പഴയ നിയമം നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചു നോക്കൂ. ന്യായാധിപ പുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദൈവത്തിനും എപ്പോഴൊക്കെ പ്രവാചകന്മാരുടെ പാപം വെളിപ്പെടുത്തുന്ന, തെറ്റു വെളിപ്പെടുത്തുന്ന, വിഗ്രഹാരാധനക്കെടുത്ത് നിന്ന ദൈവഹിതമല്ലാത്ത ബാലിനെയും അശേരയും പ്രതിഷ്ഠയുടെ മുമ്പിൽ വണങ്ങിയ ആ കാലഘട്ടത്തിൽ എപ്പോഴവർക്കെതിരെ ശബ്ദം ഉയർത്തിയ പ്രവാചകന്മാരെ അവർ തള്ളിക്കളഞ്ഞു. അപ്പോഴെല്ലാം അന്യ രാജാക്കന്മാരുടെ കയ്യിൽ, അധികാരിയുടെ കയ്യിൽ ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചു. ഇസ്രായേൽ നട്ടം തിരിഞ്ഞപ്പോൾ യഹോവയോട് നിലവിളിച്ചപ്പോഴാണ് ദൈവം അവരെ തിരിച്ചു പിടിക്കുന്നത്. പിന്നെ അവൻ പുറകോട്ട് പോവും, പിന്നെ അവനെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. പ്രവാചകനെയും ശുശ്രൂഷകരെയും വിട്ടിട്ട് നന്നാകാത്തവരെ ദൈവം ജാതികളിൽ ഏൽപ്പിക്കും. ഇനി സഭയ്ക്കും വരാൻ പോണതാ. മഹാപീഡയിൽ കൂടൊന്നും സഭ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ സഭയ്ക്ക് ഉപദ്രവം ഉണ്ടാകും, സഭയ്ക്ക് ഉപദ്രവം ഉണ്ടാകും. ആ ഉപദ്രവത്തിങ്കൽ ചിലതിനെ തമ്മിൽ വേർതിരിക്കും. കളയെയും കതിരിനെയും തമ്മിൽ ദൈവം വേർതിരിക്കും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആരാധനയുടെ വാതിൽ അടയുന്ന സമയം കേരളത്തിൽ ഉണ്ടാകാൻ പോയ, നല്ല ചുട്ട അടി കിട്ടുന്ന സമയം കേരളത്തിൽ ഉണ്ടാകാൻ പോകയാ. നിങ്ങൾ ഞാനീ പറയുന്ന പ്രവചന ദൂത് നിങ്ങൾ കുറിച്ചു വെച്ചോ. ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത കാലം ഈ താമസമിന കേരള മണ്ണിൽ ഉണ്ടാകും. ജീവൻ ചിലരുടെ കൊടുക്കേണ്ടി വരും. രക്തസാക്ഷിയായി മരിക്കാൻ ഇപ്പോഴേ പറയും. പ്രതിഷേധ മീറ്റിംഗ് നടത്തിയാൽ എങ്ങനെ രക്തസാക്ഷിയാകും? നിങ്ങളൊന്ന് പറ. ഇപ്പോഴേ തല്ലുന്നവനെതിരെ പ്രതിഷേധം ഉയർത്തിയാൽ ആരിവിടെ രക്തസാക്ഷിയാകും? ഇനിയും ഒത്തിരി പേര് രക്തസാക്ഷിയാകാനുണ്ട്. ജയ് വിളിക്കാനും പ്രതിഷേധ മീറ്റിംഗ് നടത്താനും പോകുന്ന കൂട്ടത്തിലൊന്നും സ്തോത്രം അക്കളി ഈക്കളി തീക്കളിയാണ് എന്ന് വിളിക്കുന്നവനൊന്നും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവനല്ല. അവൻ സാത്താന്റെ ഏജന്റ് തന്നെയാ. അവൻ ഇതിൻ്റെ അകത്ത് പമ്മി ഇന്നുകൊണ്ട് ദൈവസഭയെയും ക്രിസ്തുവിന്റെ നാമത്തെയും ദൂഷിക്കുകയാണ്. ഒത്തിരി സംഘടനകൾ എഴുന്നേറ്റിട്ടുണ്ട്. ആ കൂടെ ഒന്നും നമ്മളാരും പെടരുത്. പെന്തിക്കോസിന്റെ അകത്ത് നേതാക്കന്മാർ ഓരോ രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുകെട്ടി പാസ്റ്റർമാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒത്തിരി സംഘടനകൾ സംരക്ഷണയ്ക്കാണെന്നും പറഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ആളുകളെ കൂട്ടി മന്ത്രിമാരെ കാണാൻ പോകുന്ന ഇടപാടുകൾ ഒന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ദൈവഹിതമാണെന്ന് പറഞ്ഞ് കിടന്നാൽ അനേക ഒനോസിമോസുമാരെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ പ്രവർത്തികൾ അനേകരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവസഭ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ വചനം അറിയാൻ മേലാത്ത തലമുറയെ ചിത്രപരമായി വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ജയിലിൽ വടക്കേ ഇന്ത്യയിൽ കിടക്കുന്നവർക്കെതിരെ നമുക്കൊരു ഇത് ചെയ്യണം. എന്തിന്? ജയിലിൽ കിടക്കുന്നവനങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ. സുവിശേഷം നിമിത്തം ജയിലിൽ പോയെങ്കിൽ അവനെ അവിടെ ഇട്ടതിന്റെ പിൻപിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അവൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ. കാരാഗ്രഹം കുലുങ്ങട്ടെ, കരിന്താഴികൾ തുറക്കപ്പെടട്ടെ. പത്രോസിന്റെ കാലത്ത് മാത്രമല്ല, പൗലോസിന്റെ കാലത്തുമല്ല, ഈ കാലത്തും കാരാഗ്രഹ പ്രമാണിയെ രക്ഷിക്കപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. വടക്കേ ഇന്ത്യയിൽ ഒത്തിരി പ്രതികൂലമുള്ളപ്പോൾ തന്നെ വടക്കേ ഇന്ത്യയിൽ ശക്തമായി സുവിശേഷീകരണം നടക്കുന്നുണ്ട്. പ്രതികൂലമുണ്ടായാലേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുള്ളൂ. പ്രതികൂലത്തെ കണ്ട് ആരും ഞെട്ടരുതേ. സഹിഷ്ണുത പ്രാപിച്ചോണം. പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ മരണപ്പെടേണ്ടി വരാം, കൊല്ലപ്പെടേണ്ടി വരാം, രക്തസാക്ഷിയാകേണ്ടി വരാം. സ്തോത്രം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പിടിച്ചു നിൽക്കാൻ, മരണത്തിന്റെ മുമ്പിലും പാപത്തിന് കീഴടങ്ങാതെ രാമരാമ ചൊല്ലാതെ യേശു ദൈവം എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള കൃപ പ്രാപിച്ചോണം. ജഡം കൊണ്ട് ഒരിക്കലും അങ്ങനെ വേറാടി നിൽക്കാൻ പറ്റില്ല. ജഡം ഒരിക്കലും നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകമല്ല, കൃപയാണ് നമുക്ക് വേണ്ടത്. ക്രിസ്തുവിൽ പൗലോസിനെ പോലെ പത്രോസിനെ പോലെയൊക്കെ രക്തസാക്ഷികളാകുവാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ആകത്തില്ല, ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. സ്തോത്രം. അടി കിട്ടുമ്പോൾ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം. വലിയ പ്രതികൂലങ്ങൾ ഉയരാൻ പോകുകയാ. ഇവിടെ സഭയ്ക്ക് വേണ്ടത് സഹിഷ്ണുതയാണ്. നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ്. സഹിഷ്ണുത കൊണ്ടത്ര ആവശ്യം. അവൻ വരും വരെ അത് മുറുകെ പിടിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. 9:1 അവസാനം പറയുകയാണ്, ആദ്യത്തെ പ്രവൃത്തി അവസാനം. അത് മുറുകെ പിടി. ആദ്യത്തെ നല്ല പ്രവർത്തികൾ, സൽപ്രവർത്തി മരണം വരെയും കാഹളം ധ്വനിക്കുന്നിടം വരെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യതയിലെത്താൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ചു തന്ന
ആമേ ബഹുമാന്യനായ ദൈവദാസൻ സജീവ് വർഗീസ് പാസ്റ്ററില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിലും യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ രതീഷ് അവറുകൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി പറയുന്നു. ആമേ ദൈവം ഈ ദിവസങ്ങൾ നമ്മെ അതിശക്തമായി നിത്യതയ്ക്കായി അവസാനം വരെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ഭരമേൽപ്പിച്ചതുമായി നിൽക്കുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ആമേ നിത്യതയ്ക്കായി നിങ്ങൾക്ക് അനുഗ്രഹവും നിത്യശക്തിയുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിച്ച് എൻ്റെ വാക്കിനെ കുത്തിടുന്നു. യഹോവയായ ദൈവം സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറായി.